അതിൽ വരുന്നില്ല. ആഡ് ചെയ്തിട്ട് വരുന്നില്ല. ഇവിടെ തന്നെയാണോ ട്രൈ ചെയ്തേ? അതായത് നമ്മുടെ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ പ്ലസ് ബട്ടൺ അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം ഓരോ സിമ്പിൾസ് ആയിട്ട്, എന്നിട്ട് ആഡ് കൊടുക്കണം. പേസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ INFY ഇൻഫി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇൻഫിയിൽ NSC ഇല്ലേ, NSC അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോക്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ അധികം കാണിക്കില്ല. നമ്മുടെ ഇവിടെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഇന്ത്യ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് NSCയിലുള്ള ഇൻഫോസിസ് മാനുവലി 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻഫോസിസ് ആഡ് ചെയ്യുന്നു, അടുത്ത സ്റ്റോക്കിന്റെ പേര് സെർച്ച് ചെയ്യുന്നു, അങ്ങനെ. നമ്മൾ പെയ്ഡ് അല്ലല്ലോ യൂസ് ചെയ്യണേ, അതിൽ ലിമിറ്റ് ഇല്ല എത്ര ആഡ് ചെയ്യണേന്റെ? അതിന് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവണം, നമുക്ക് മൊത്തത്തില് 30 സ്ക്രിപ്റ്റ്സുകളാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന 2 ഓപ്ഷൻ ഉണ്ട്. നിഫ്റ്റി 50 മൊത്തം ആഡ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു 20 സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഡിലീറ്റ് ചെയ്ത സ്റ്റോക്സുകളുടെ പേരുകൾ ഇവിടെ ഡിലീറ്റഡ് സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ കിടക്കണ്ടാവും. അപ്പൊ അതില് കിടക്കുന്നത് നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം 30 എണ്ണം ആഡ് ചെയ്യാം. അപ്പൊ മൊത്തം 50 എണ്ണമായി. അതും അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 2 മെയിൽ ID യൂസ് ചെയ്യാം. അപ്പൊ ഒരു മെയിൽ ID 30 എണ്ണം ലോഡ് ചെയ്യാം, അടുത്ത മെയിൽ ID 20 എണ്ണം ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇൻഡെക്സുകളൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ആവശ്യം വന്നേക്കാവുന്ന കുറച്ച് ഇൻഡെക്സുകൾ, ബേസിക് ലൈക്ക് നിഫ്റ്റിയോ സെൻസെക്സോ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡെക്സുകൾ, അമേരിക്കൻ ഇൻഡെക്സ്, യൂറോപ്യൻ ഇൻഡെക്സ്, അപ്പൊ അതൊക്കെ ഇടയ്ക്ക് നോക്കാനും ക്രൂഡ് ഓയിലിന്റെ പ്രൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിടാം. ഇപ്പൊ 2 മെയിൽ ID ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഡിലീറ്റഡ് സിമ്പിൾസിൽ ഫ്രീ പ്ലാനിൽ നമുക്ക് 20 സ്റ്റോക്സുകളെ അതിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തില് 50 എണ്ണാവുമ്പോൾ നിഫ്റ്റി 50 മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 2 മെയിൽ ID തോന്നുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നത്തെ നിഫ്റ്റി 50 സ്റ്റോക്സുകളും നോക്കാം. അപ്പൊ നമ്മള് ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ ഇതിൽ ലോഡ് ചെയ്തിട്ടേക്കുന്നത്. അഥവാ ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിലും ഈ സിമ്പിൾ എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് തന്നെ സോർട്ട് ആയിക്കോളും. ഏറ്റവും ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തെ ലെറ്റർ തുടങ്ങുന്നത് ഫസ്റ്റ് വന്നോളൂ. അപ്പൊ അതൊരു ഓർഡറിൽ നമുക്കത് ചെയ്തു പോവാം. അപ്പൊ നിങ്ങൾ നോക്കിയേ ഏതെങ്കിലും ബുള്ളിഷ് ഓർ ബെയറിഷ് സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ അഡാനി പോർട്സ് വളരെ വലിയ ക്യാൻഡിലായി പോയി. നല്ല ബുള്ളിഷ് മർബസുമാണ് അല്ലെ, പക്ഷെ വളരെ വലിയ ക്യാൻഡിലായി പോയി. ഒരു ആവറേജിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലായി പോയി. അപ്പൊ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റൽ നോക്കാം. ഇതൊന്ന് മാർക്ക് ചെയ്ത് പോവാം. അപ്പോളോ ഹോസ്പിറ്റല് വലിയ വിക്ക് ഉണ്ട് മുകളിൽ അല്ലെ. അപ്പൊ നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ വലിയ വിക്ക് ഉണ്ടാവാൻ പാടില്ല, റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ താഴെ വലിയ വിക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു ബോഡിയുടെ 5-1 താഴെയായാൽ ബെറ്റർ. ഇത് ബെയറിഷ് മർബസുമാണ്, കുഴപ്പമില്ല, പക്ഷെ സ്റ്റിൽ ഒരു ലോങ് ക്യാൻഡിലാണ്. നമുക്ക് എന്നാലും മാർക്ക് ചെയ്തിടാം. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കേണ്ടി വരും. അപ്പോൾ മാർക്ക് ചെയ്തിടാം. ഇതൊരു പെർഫെക്റ്റ് മർബസുമാണ്, കാരണം സ്ട്രോങ് ക്യാൻഡിലാണ്, താഴെ വിക്ക് ചെറുതാണ്, ബോഡീനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. മുകളിലെ വിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബെയറിഷ് ആണെങ്കിൽ താഴെ മാത്രം നോക്കിയാൽ മതി, ഗ്രീൻ ആണെങ്കിൽ മുകളിൽ മാത്രം നോക്കിയാൽ മതി. അത് കുറച്ച് സ്റ്റോക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. ഇത് കുഴപ്പമില്ല, ഇതും നല്ലൊരു ക്യാൻഡിലാണ്, ആക്സിസ് ബാങ്ക്. ഇത് നമ്മൾ റെഡ് ലിസ്റ്റിൽ സെലക്ട് ചെയ്യുന്ന, റെഡ് ലിസ്റ്റിൽ ഇടാന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗ് ഓൺ ചെയ്താൽ മതി. കണ്ടോ, റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലിസ്റ്റ് ആണത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ മുമ്പ് ഉള്ളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ തുടങ്ങി ഇവിടെ വരെ സെലക്ട് ചെയ്യാം. അതിൽ മുമ്പ് കിടക്കേണ്ടത് സെലക്ട് ചെയ്തിട്ട്, അത് ഞാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ആദ്യത്തെയും സെലക്ട് ചെയ്യുക, അവസാനത്തെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഈ റെഡ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദിക്കും, അൺഫ്ലാഗ് ചെയ്തിട്ട് ചോദിക്കും. അപ്പൊ അത് ഡിലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തത് മാത്രം കാണാം. അപ്പൊ ഏറ്റവും അവസാനം നമ്മൾ ആഡ് ചെയ്തത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് ഓൾമോസ്റ്റ് ഓക്കെ ആണ്, നല്ല സ്ട്രോങ് മർബസു ക്യാൻഡിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ നോക്കിയിട്ട് കുറച്ചുകൂടി ചെറിയൊരു ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇത് കുറച്ച് വലുപ്പമുണ്ട് ക്യാൻഡിലിന്, കുറച്ചുകൂടി ചെറുതാണെങ്കിൽ ബെറ്റർ ആണ്, തീരെ ചെറുതാവാനും പാടില്ല. അപ്പോൾ
നമുക്ക് എന്ത് ചെയ്യാം, ആക്സിസ് ബാങ്കിന്റെ ഈ ഒരു ഓപ്പൺ ക്ലോസ് ഇത് രണ്ടും നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt+H ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഷോർട്ട് കട്ട്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ കിട്ടണമെങ്കിൽ ഇവിടെ രണ്ടാമത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ Alt+H നമുക്ക് കാണാൻ പറ്റും. അപ്പോ Alt+H ആണ് അതിന്റെ ഷോർട്ട് കട്ട് ഹൊറിസോണ്ടൽ. ഇവിടെ നിർത്തിട്ട് ക്ലിക്ക് ചെയ്താലും മതി. അതിന്റെ ഓപ്പണും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, ക്ലോസും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ അത് ബ്ലാക്ക് കളറിൽ ചെയ്താലും മതി, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. മുകളിലത്തെ റെഡ് കളറിൽ ഓപ്പൺ നമുക്ക് റെഡ് കളറിൽ ചെയ്യാം, താഴെ നമുക്ക് ക്ലോസ് നമുക്ക് ബ്ലൂ കളറിൽ ചെയ്യാം. അത് രണ്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് 15 മിനിറ്റിൽ നിന്ന് 3 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ 3 മിനിറ്റിലേക്ക് പോവാം. ഇപ്പൊ 15 മിനിറ്റിലാണ് കിടക്കേണ്ടായിരുന്നത് അല്ലെ, അപ്പൊ അതിൽ നിന്ന് 3 മിനിറ്റിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പോൾ ഈ ടൈം ഫ്രെയിംസ് ഇപ്പോൾ എനിക്കിവിടെ കാണുന്ന പോലെ വാട്ടർമാർക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇതിൽ ഉണ്ടാവണമെന്നില്ല, ഡീഫോൾട്ട് സെറ്റിംഗിൽ അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ കാണണമെങ്കിൽ നമ്മൾ ഈ വൈറ്റ് സ്പേസിൽ റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പെൻസിലിന്റെ പിക്ചർ ഓർത്ത് വെക്കുക, ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു പേജ്. അപ്പൊ പല പല പേജുകളുണ്ട്, തെറ്റിപ്പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ക്യാൻവാസിൽ പോയി അവിടെ വാട്ടർമാർക്ക് എന്ന് കാണാം അല്ലെ. അപ്പൊ അതിൽ ഇവിടെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ സ്റ്റോക്കിന്റെ മൊത്തം പേരാണ്. ടിക്കർ എന്ന് പറയുന്നത് അതിന്റെ ചുരുക്ക നെയിം അല്ലെ, സിമ്പിൾ. അതുപോലെ ഇന്റർവെല് മാർക്ക് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ടൈം ഫ്രെയിം. ഇപ്പൊ ടൈം ഫ്രെയിം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മിനിറ്റ്സിലേക്ക് മാറ്റാം. ഇപ്പൊ 3 എന്ന് കാണാം അവിടെ അല്ലെ. ഇപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്, 3 മിനിറ്റിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഒരു 3 മിനിറ്റിന്റെ കാൻഡിൽ ഈ ബ്ലൂ ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ, ഈ ബ്ലൂ ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ വൺസ് നമ്മൾ കാണുമ്പോൾ അത് കുറച്ച് മേലെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഈ ബ്ലൂ ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, ഷോർട്ട് സെല്ല് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ മടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോക്കിയിരിക്കണം എന്നില്ല, ഇവിടെ ഒരു അലേർട്ട് വെച്ചാൽ മതി അല്ലെ. അലേർട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഒന്നില്ലെങ്കിൽ മുകളിൽ പോയിട്ട് ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ തന്നെ അവിടെ ഷോർട്ട് കട്ട് കാണാം Alt+A. അപ്പൊ നമ്മളിവിടെ മൗസ് ഹോവർ ചെയ്തിട്ട് Alt+A ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് Alt+A. അപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. മൗസ് എവിടെയാണോ ഇരിക്കുന്നത് Alt+A അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പൊ ഇതൊരു ശീലമാക്കി മാറ്റാം, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അലേർട്ട് വെച്ച് പോവാം. Alt+A എൻ്റർ, അത് വരുന്നത് പോലും കാണില്ല, ഒറ്റ സെക്കൻഡ് കൊണ്ട് അലേർട്ട് വെക്കുക എന്നുള്ളതാണ് ട്രേഡിംഗ് വ്യൂവിനെ മറ്റുള്ള സോഫ്റ്റ്വെയർസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ ബ്രോക്കറുടെ പാനലിലൊക്കെ പോയി അലേർട്ട് വെക്കണമെങ്കിൽ ആ പ്രൈസ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോഴും പല ബ്രോക്കേഴ്സിന്റെ ചാർട്ടും ഇങ്ങനൊരു ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിലൊരു ലിമിറ്റ് ഉണ്ട്. ഇത് നമുക്കൊരു 2-3 അലേർട്ട്സ് ആണ് ഫ്രീ പ്ലാനിൽ വെക്കാൻ പറ്റുള്ളൂ, മാക്സിമം 3 എണ്ണൊക്കെയാണ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം 2-3 സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് അത് ബ്രേക്ക് ആവാൻ സാധ്യതയുള്ള ഡയറക്ഷനിൽ അലേർട്ട് വെക്കുക അല്ലെ, കുറച്ച് താഴെ, ബ്ലൂ ലൈനിന് കുറച്ച് താഴെ. പിന്നെ നമ്മൾ നോക്കിയിരിക്കണ്ട. അപ്പൊ അടുത്ത സ്ലിപ്സിലേക്ക് പോവാം. അപ്പൊ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറി നമ്മൾ Nifty 50ലേക്ക് വീണ്ടും സ്വിച്ച് ചെയ്യണം കേട്ടോ. റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ റെഡ് ഫ്ലാഗ് ആയത് മാത്രമാണ് അതിലുണ്ടാവുള്ളൂ. Nifty 50യുടെ ഇതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഏത് സ്റ്റോക്കാണോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഓട്ടോമാറ്റിക്കലി സെലക്ടഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ദെൻ അഗെയിൻ അടുത്ത സ്റ്റോക്കിലേക്ക് പോകണമെങ്കിൽ സിമ്പിൾ അടിച്ചാൽ മതി, സ്പേസ് അടിച്ചാൽ മതി, ബജാജ് ഫിൻസർ അല്ലെ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് 15 മിനിറ്റിലാണ് നമുക്ക് അത് നോക്കേണ്ടത്, തെറ്റുപറ്റരുത്. 3 മിനിറ്റ്സിലല്ല, 15 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇത് ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്. അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്യാൻഡിലാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്യാൻഡിലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതായത് ആ ഡേറ്റിന് നേരെയുള്ള ക്യാൻഡിൽ കണ്ടോ. ഡേറ്റ് താഴെ 14-ാം തീയതി, അതിന് നേരെയുള്ള ക്യാൻഡിലാണ് ഫസ്റ്റ് മോർണിംഗ് ക്യാൻഡിൽ. ബെല്ല്, ഭാരതി എയർടെൽ, ഇത് ഓക്കെയാണ്. ഇത് നല്ല ബുള്ളിഷ് മൊറബസു ക്യാൻഡിലാണ് അല്ലെ. പക്ഷെ എന്താണ് ഒരു പ്രശ്നം, ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ?
നമുക്ക് എടുക്കാൻ ഓക്കെ ആണോ? എന്താണ് അഭിപ്രായം? നവീനെ, എങ്ങനെയുണ്ട് കണ്ടിട്ട്? നമുക്ക് എടുക്കാൻ പറ്റുമോ? ക്യാൻ കൺസിഡർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എടുക്കണോണ്ട് കുഴപ്പമുണ്ടോ? കാര്യം ഇതൊരു സ്ട്രോങ് മറബസു കാൻഡിലാണ്. മുകളിൽ വിക്ക് വളരെ കുറവാണ്. ശരത്ത്, എന്താണ് കാരണം ശരത്തെ? ആവറേജിനെക്കാട്ടിലും കൂടുതലില്ലേ അത്? എന്താണ്? ആവറേജിനെക്കാട്ടിലും കൂടുതലില്ലേ? വലിയ ക്യാൻഡിലല്ലേ? ആവറേജ് ക്യാൻഡിലിനേക്കാളും കൂടുതലുണ്ട് അല്ലെ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? സുസ്മിത, അപ്പർ വിക്കി സ്മോൾ, അത് നമുക്ക് എന്തായാലും വേണം അല്ലെ? അപ്പോഴാണ് അത് മറബസു കാൻഡിൽ ആവുന്നത്. പക്ഷെ ഈ ഒരു കാൻഡിലിന്റെ ബോഡി അല്ലെങ്കിൽ സൈസ് നോക്കുകയാണെങ്കിൽ ആവറേജ് കാൻഡിൽസിനേക്കാളും ഇരട്ടിയേക്കാൾ കൂടുതൽ പാടില്ല. മനസ്സിലായോ? മിനിമം ഒരു ആവറേജ് കാൻഡിലിന്റെ സൈസ് ഇറ്റ്സ് ഓക്കെ, അത് വേണം. വളരെ ചെറുതായിരിക്കാൻ പാടില്ല, ഇരട്ടിയേക്കാൾ കൂടുതൽ പാടില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ആവറേജ് കാൻഡിലിന്റെ സൈസ് എത്രയാണ്? അത് നമ്മൾ കണ്ണുകൊണ്ട് ഏകദേശം കണ്ട് മനസ്സിലാക്കാം. അത് അളക്കാനുള്ള ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്, അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലൊരു ആവറേജ് കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കഴിഞ്ഞ 19 കാൻഡിൽസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് കാൻഡിൽ എത്രയാണ്? ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കാം അല്ലെ? ഇത്രല്ലേ ഒരു ആവറേജ്? ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യുക. ഒരു 19 കാൻഡിൽസ് നോക്കിയിട്ട് അതിന്റെ ഒരു ആവറേജ് കാൻഡിലിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഏകദേശം ഇത്ര നമുക്ക് കൂട്ടാം അല്ലെ? അതിന്റെ ഇരട്ടി പറയുമ്പോൾ ഈ ഒരു കാൻഡിൽ കണ്ടോ, അതിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലുണ്ട്. 1, 2, 3, 4 ഇരട്ടി ഉണ്ട് അല്ലെ? 2 ഇരട്ടിയേക്കാൾ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അത് എടുക്കണ്ട. ക്ലിയർ ആയിട്ടും ഇതുപോലെ ഇരട്ടിയേക്കാൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന കാൻഡിൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ സിപ്ല വരെ നമ്മൾ നോക്കി അല്ലെ? സിപ്ല നമുക്ക് മാർക്ക് ചെയ്യണ്ട. ആക്സിസ് ബാങ്കിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. അപ്പൊ ഇനി അലേർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്ത് നോക്കേണ്ടി വരും. അലേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മൊബൈലിൽ അത് ബെല്ലടിക്കുമ്പോൾ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ അലേർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ലോഗിൻ ഐ ഡിന്ന് തന്നെ നമ്മൾ മൊബൈലിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പൊ പി സിയിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ ഐ ഡിന്ന് തന്നെ മൊബൈലിൽ കയറാം. മൊബൈലിൽ കയറിയിട്ടുണ്ടാവണം. മൊബൈലിൽ എൻ്റർ ചെയ്ത് വെക്കണമെന്നില്ല, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. ആ ട്രേഡിംഗ് വ്യൂ ആപ്പ് ഓപ്പൺ ചെയ്യണമെന്നില്ല. ഈ അലേർട്ട് എത്തുമ്പോൾ തന്നെ ബെല്ലടിച്ചോളൂ. അതുപോലെ തന്നെ ആ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻസിൽ പോയിട്ട് റിംഗ് ടോണും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ സാധാരണ നിലയ്ക്ക് ഒരു റിംഗ് ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല് പോലെയോ അല്ലെങ്കിൽ ഒരു ബീപ്പ് പോലെയോ മെസ്സേജ് ടോൺ പോലെയൊക്കെ ആയിരിക്കും. അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ച് ലൗഡ് ആയിട്ടുള്ള റിംഗ് ടോൺ അതിന് വേണ്ടി സെറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. വേറെ ഏതെങ്കിലും ഫോൺ കോൾസിലോ എന്തെങ്കിലും കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സിപ്ല വരെ നമ്മൾ നോക്കി അല്ലെ? സിപ്ല കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കോൾ ഇന്ത്യ റെഡ് കാൻഡിലാണെങ്കിൽ താഴെയാണ് വിക്കില്ലാതിരിക്കുന്നത്. ഫസ്റ്റ് കാൻഡിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? ഈ ഒരു കാൻഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കാൻഡിൽ വലിയ കുഴപ്പമില്ല അല്ലെ? ഏകദേശം ഇത് 2 ഇരട്ടിയേക്കാൾ കൂടുതൽ ഉണ്ടാവാം, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബോഡിയുടെ 5-1 താഴെ വിക്ക്, പിന്നെന്താണ് ഈ ഒരു കാൻഡിൽ ഓക്കെ ആയിരുന്നു അല്ലെ? പക്ഷെ ആവറേജ് കാൻഡിൽസിനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇരട്ടിയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കണ്ട. ഇത് ഓക്കെയാണ് അല്ലെ? ഇത് അത്ര വലിയ കാൻഡിൽ അല്ല, എന്നാ ബോഡിയുടെ 5 ഇരട്ടിയിലും താഴെ വാല് അല്ലെ? ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് മാർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ
വേണമെങ്കിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അതിന്റെ ബോട്ടം വിക്ക് വലുതല്ലേ? എന്താണ് അതിന്റെ ബോട്ടം വിക്ക് വലുതല്ലേ? അല്ല, അതിന്റെ മാനദണ്ഡം എന്താണ്? എങ്ങനെയാണ് വലുതാണോ ചെറുതാണെന്ന് അറിയാം? നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. എന്താണ്? ബോഡിയുടെ 1/5 താഴെ വന്നാൽ മതി അല്ലെ? അപ്പൊ അത് ബോഡി എത്രയുണ്ട്? ബോഡി ഇത്രയുണ്ട്, വിക്ക് ഇത്രയേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മെഷർ ടൂൾ ഉണ്ട്. ആ മെഷർ ടൂൾ എടുത്ത് നമുക്ക് വേണമെങ്കിൽ അളന്ന് നോക്കാം. ഇവിടെ മുതൽ ഇവിടം വരെ 23 രൂപയുണ്ട്. അപ്പൊ 23 രൂപയുടെ 1/5 എന്ന് പറയുമ്പോൾ ഏകദേശം 5 രൂപ 60 പൈസ അല്ലെ? അപ്പോ നമ്മുടെ ലോവർ വിക്ക് അളന്ന് നോക്കാം. 5 രൂപ 60 പൈസയേക്കാൾ താഴെയാണോ? 3 രൂപയുള്ളൂ. ഇത് എപ്പോഴാണെന്ന് അളന്ന് നോക്കണമെന്നില്ല, നമുക്ക് കണ്ടറിയാലോ. ഏകദേശം ഒരു 1/5 താഴെ വിൽക്കുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. ഇത് ഓക്കെയാണ്. പക്ഷെ ഇനി നമുക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 3 മിനിറ്റിൽ പോയിട്ട് ഈ ബ്ലൂ ലൈനിന്റെ താഴെ ഒരു ക്ലോസ് കിട്ടണം. അപ്പൊ അത് ആദ്യത്തെ 5 കാൻഡില് ആണ് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കാൻഡിൽ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ആ ഡേറ്റിന്റെ നേരെയുള്ള കാൻഡിൽ അല്ലെ? അത് പലപ്പോഴും നല്ല വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കാൻഡിലായിരിക്കും. അതായത് ഈ കാൻഡിൽ 1, 2, 3, 4, 5 ഈ 5 കാൻഡിലിന്റെ ഓപ്പണും ക്ലോസും ആണ് നമ്മൾ ഈ 15 മിനിറ്റിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതാ ഇപ്പൊ 3 മിനിറ്റില് കുറച്ചും കൂടി താഴെ വെക്കാനുണ്ട് അല്ലെ? ഇതല്ലേ 5ാമത്തെ കാൻഡിലിന്റെ ക്ലോസ് ആണ് ഈ 15 മിനിറ്റിന്റെ ക്ലോസ് എന്ന് പറയുന്നത്. 1ാമത്തെ കാൻഡിലിന്റെ ഓപ്പൺ ആണ് ഈ 15 മിനിറ്റിന്റെ ഓപ്പൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അവിടെ വരച്ചിട്ടത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ 3 മിനിറ്റിൽ വന്നിട്ട് വരയ്ക്കാം. എപ്പോഴും 15 മിനിറ്റിന്റെ കാൻഡിൽ വരയ്ക്കുന്നതാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഈസി. ഇനി നമുക്ക് എപ്പോൾ ട്രേഡ് എടുക്കാം? ഗ്രാസിംഗ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാസിംഗ് നല്ല ഒരു മീഡിയം സൈസ്ഡ് കാൻഡിലാണ് അല്ലെ? അപ്പോ ഇതിന്റെ താഴെ ഇനി ഒരു റെഡ് കാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെയും ഒരു അലേർട്ട് വെക്കാം. അലേർട്ട് വെക്കാൻ Alt+K എന്റർ. അപ്പോ ഡൗട്ട്, ഞാൻ വേറെ ഏതൊക്കെ സ്റ്റോക്കുകളിൽ അലേർട്ട് വെച്ചതുകൊണ്ടാണ് ഈ ബേസിക് പ്ലാനിൽ 3 എണ്ണമാണ് ഫ്രീ ഉള്ളൂ അല്ലെ? ഇപ്പൊ മുമ്പത്തെ അലേർട്ടുകളൊക്കെ അവിടെ ഈ നമ്മൾ മാർക്ക് ചെയ്യുന്നത് താഴെ റെഡ് കാൻഡിൽ ആണെങ്കിൽ റെഡ് കാൻഡിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടോ? നമ്മള് 15 മിനിറ്റിന്റെ കാൻഡില് നമ്മള് ഓപ്പണും ക്ലോസും അല്ലേ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലോസിന്റെ താഴെ ഒരു റെഡ് കാൻഡില് ക്ലോസ് ആവണം. അത് ഗ്രീൻ കാൻഡിൽ തന്നെ ചെയ്യണമെന്നുണ്ടല്ലേ? ഗ്രീൻ കാൻഡിൽ ആയാലും കുഴപ്പമില്ല. ഈ ഒരു ബ്ലൂ കാൻഡിലിന്റെ താഴെ ഒരു കാൻഡിലെങ്കിലും ക്ലോസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മിക്കപ്പോഴും റെഡ് കാൻഡിലാണ് ആവാറ്. കാരണം താഴേക്ക് വന്നിട്ട് ക്ലോസ് ആകുമ്പോൾ അത് റെഡ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ മുകളിൽ പോയി ക്ലോസ് ആവുന്ന കാൻഡിൽ മിക്കപ്പോഴും ഗ്രീൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് വേണം? അത് ഇത് താഴെ ക്ലോസ് ആവുന്ന കാൻഡില് ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ മാർക്കറ്റ് ചാടി താഴെ ഓപ്പൺ ആയിട്ട് വീണ്ടും തിരിച്ചു കയറി ഇവിടെ ക്ലോസ് ആവണം. ഇത് വളരെ റയർ ആയിട്ടാണ് കാണാറുള്ളൂ. ഇങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെയായിരിക്കും താഴത്തേക്ക് പോകും. സാധാരണ നിലയ്ക്ക് റെഡ് കാൻഡിലായിരിക്കും. അതിപ്പോ ഏത് കളറായാലും കുഴപ്പമില്ല, താഴെ ക്ലോസ് ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നത് നേരത്തെ? അലേർട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുന്നേ വെച്ച അലേർട്ട് വല്ലതും വെറുതെ കിടക്കണ്ടാവും അവിടെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരത് ഇപ്പോ റിജക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ട്രേഡിംഗ് വ്യൂ ഫ്രീ പ്ലാനിൽ നമുക്ക് 3 അലേർട്ട്സ് വെക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ ആക്സിസ് ബാങ്കിന് നമ്മൾ ഒരു അലേർട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ഗ്രാസിമിലാണ് നിൽക്കുന്നത്. കാൻഡിൽ ഫുള്ളായിട്ട് ലൈനിന്റെ താഴെ വരണോ? ഇപ്പൊ 15 മിനിറ്റിന്റെ കാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ 3 മിനിറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു അസംഷൻ വരയ്ക്കാം, ഒരു സാങ്കല്പികമായ കുറച്ച് കാൻഡിൽസ് വരയ്ക്കാം. അടുത്ത ഒരു കാൻഡിൽ ഗ്രീൻ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അടുത്തൊരു കാൻഡിൽ ഗ്രീൻ ആണെന്ന് വിചാരിച്ചോ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത കാൻഡിൽ റെഡ് ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, ചിലപ്പോ 2-3 കാൻഡിൽസ് കൊണ്ടൊക്കെ എനിക്ക് ഇവിടെ എത്താം അല്ലെ? അടുത്ത കാൻഡിലും റെഡ്, താഴത്തേക്ക് വരുമ്പോ എപ്പോഴും റെഡ് ആയിരിക്കുമല്ലോ, മിക്കപ്പോഴും റെഡ് ആയിരിക്കുമല്ലോ. അതിന്റെ അടുത്ത കാൻഡില് ഇതിന്റെ താഴെ ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കരുത്. ഇങ്ങനെ മൂവ് ചെയ്ത് ചിലപ്പോൾ ഇവിടെ ക്ലോസ് ആയേക്കാം. അപ്പോൾ ട്രേഡ് എടുക്കരുത്, വെയിറ്റ് ചെയ്യുക. അടുത്ത കാൻഡില് വീണ്ടും മൂവ് ചെയ്ത് ചിലപ്പോൾ ഒരു ഗ്രീൻ കാൻഡിലായിരിക്കാം അല്ലെ? ഒരു ഗ്രീൻ കാൻഡിലായിരിക്കാം, അപ്പോഴും ട്രേഡ് എടുക്കരുത്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? അടുത്ത കാൻഡിൽ വീണ്ടും മൂവ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ അത് ഏത് കളറായിരിക്കും? റെഡ് കളറായിരിക്കും. കാരണം എന്താ?
ഓപ്പൺ ചെയ്തതിന്റെ മേലെ ഓപ്പൺ ചെയ്തതിന്റെ താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് റെഡ് ക്യാൻഡിൽ അല്ലെ, നമ്മൾ മുന്നേ പഠിച്ചേക്കണതല്ലേ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ. റെഡ് ക്യാൻഡിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പണിന്റെ താഴെ ആയിരിക്കും ക്ലോസ്. ഗ്രീൻ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പണിന്റെ മേലെ ആയിരിക്കും ക്ലോസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോ താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ മിക്കപ്പോഴും ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ റെഡ് ക്യാൻഡിൽ ആയിരിക്കും അല്ലെ. വളരെ അപൂർവം സാധ്യതയുള്ളൂ ഇത് ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് വിചാരിച്ചോ. ഇത് ഗ്രീൻ ക്യാൻഡിൽ, അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് വിചാരിച്ചു. അടുത്ത ക്യാൻഡില് ചാടി ഈ ബ്ലൂ ലൈനിന്റെ താഴെ ഓപ്പൺ ആയി എന്ന് വിചാരിച്ചു. അതിനുള്ള സാധ്യത മാർക്കറ്റിൽ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ പിന്നെ ജമ്പുകൾ കുറവാണ്. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറി ഇവിടെ ക്ലോസ് ആയി എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. അതായത് ഇതുപോലെ ഒരു ഗ്യാപ് ഡൗൺ വന്നിട്ട് പിന്നെ അനങ്ങി താഴെ ക്ലോസ് ചെയ്തത് റെഡ് ആയിരിക്കും, മുകളിൽ ക്ലോസ് ചെയ്തത് ഗ്രീൻ ആയിരിക്കുമല്ലോ. അത്തരത്തിലുള്ള സാധ്യത മാത്രമാണ് ഗ്രീൻ ക്യാൻഡിൽ ആവാനുള്ളൂ. അപ്പൊ നോർമലി അങ്ങനെ ഗ്യാപ് ഡൗൺസ് വരാറില്ല, പ്രത്യേകിച്ച് നിഫ്റ്റി 50 സ്റ്റോക്സുകളിൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്സുകളിൽ മാർക്കറ്റ് ചാടി പോകുന്നത് വളരെ റയറാണ്. അപ്പോൾ റെഡ് ക്യാൻഡിൽ ആയിരിക്കും പലപ്പോഴും ഇതിന് താഴേക്ക് ക്ലോസ് ആവും. അത് ചിലപ്പോൾ ബോഡി ഇതിനുള്ളിലായിട്ടായിരിക്കും നിൽക്കണ്ടാവുക, ചിലപ്പോൾ ബോഡി ഇവിടെ ആയിരിക്കും നിൽക്കണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബോഡി ഇവിടെ ആയിരിക്കും നിൽക്കണ്ടാവുക അല്ലേ. അപ്പോ അതൊന്നും നോക്കണ്ട, ക്ലോസിംഗ് പ്രൈസ് ഈ ബ്ലൂ ലൈനിന് താഴെയായിരിക്കും. അത് മാത്രമേ നമ്മുടെ കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ സങ്കല്പിച്ച കാൻഡിൽസ് ആണ് അല്ലെ. റിയാലിറ്റിയിൽ മാർക്കറ്റ് അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാം. ഇന്ന് ട്രേഡ് വരാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് അലേർട്ട് വെക്കണമെങ്കിൽ നമ്മൾ മുമ്പ് വെച്ചേക്കണ അലേർട്ട്, ഇപ്പം നമ്മൾ പല സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇന്നാലത്തെ വേറെ ട്രേഡിംഗ് ഫ്ലോറിലെ സെക്ഷൻസിലൊക്കെ വെച്ച അലേർട്ടുകളായിരിക്കും ഇത്. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ അലേർട്ട്സുകൾ വെക്കാം. അപ്പോൾ ഒരു ഫ്രീ പ്ലാനിൽ നമുക്ക് 3 അലേർട്ട്സുകളാണ് വെക്കാൻ പറ്റുള്ളൂ. ഇനി 6 അലേർട്ട്സുകൾ വെക്കണമെങ്കിൽ 2 മെയിൽ ഐ ഡി എടുത്താൽ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. കൂടുതൽ സ്റ്റോക്സുകൾ ആഡ് ചെയ്യാന്നുള്ളതും അലേർട്ട്സുകൾ 6 എണ്ണം യൂസ് ചെയ്യാന്നുള്ളതും. അപ്പൊ മാക്സിമം നമുക്കൊരു 6 എണ്ണൊക്കെ യൂസ് ചെയ്യേണ്ട വരുള്ളൂ. 5-6 സ്റ്റോക്സുകളൊക്കെ നമുക്ക് മിക്കതും റെഡ് ലിസ്റ്റിലിട്ട് ഇതുപോലെ നോക്കിയിരിക്കേണ്ട വരുള്ളൂ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പോയിന്റ്സുകൾ മിസ്സായിരുന്നവർക്ക്, കാരണം ഇതൊരു പ്രാവശ്യം പറയുമ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാവും ആദ്യത്തെ ക്ലാസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി കണക്ട് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് നിഫ്റ്റി 50, സെക്കൻഡ് പോയിന്റ് അല്ലെ സ്റ്റാർട്ടിങ് 15 മിനിറ്റ് ചാർട്ട്, തേർഡ് പോയിന്റ് ലുക്ക് ഡേറ്റിന് നേരെയുള്ള ക്യാൻഡിലിനെ നോക്കണം, അതിന്റെ അടുത്ത ക്യാൻഡിലല്ല അല്ലെ, അതൊരു ക്ലൂ ആണ്. ഫോർത്ത് പോയിന്റ് ഗ്രേറ്റർ ദാൻ ആവറേജ് അല്ലെ, ആ ക്യാൻഡിൽ ഒരു ആവറേജ് ക്യാൻഡിൽസിനേക്കാൾ വലുതായിരിക്കണം. ലെസ്സർ ദാൻ ആവറേജ് ഇൻറ്റു 2, ആവറേജിന്റെ ഇരട്ടിയേക്കാൾ ചെറുതായിരിക്കണം, വലുതാവാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ തരത്തിൽ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നാളത്തെ ട്രേഡ് ആ നോട്ട്ബുക്ക് നോക്കി അല്ലെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് നോക്കി ചെയ്യാം. ഇന്ന കാര്യം ഓക്കെയാണോ, ഇന്ന കാര്യം ഓക്കെയാണോ. അപ്പൊ അതിനുശേഷം സ്വിച്ച് ടു 3 മിനിറ്റ്സ് അല്ലെ. വെയിറ്റ് ഫോർ എ ക്ലോസ് ബിലോ ഓർ അബവ് ദ ക്ലോസ് ഓഫ് 15 മിനിറ്റ്. അതായത് 3 മിനിറ്റിന്റെ ക്ലോസ് ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മുകളിൽ, ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ താഴെ. അപ്പൊ ബിലോ ഓർ എബവ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ്, 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ റെഡ് ലൈനും ബ്ലൂ ലൈനും ഒക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോ മസ്റ്റ് ക്ലോസ് എബവ് ഓർ ബിലോ ദ ബ്ലൂ ലൈൻ. ബ്ലൂ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷൻ ഇല്ല. ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം, 15 മിനിറ്റിന്റെ ക്ലോസ് ആണ്. ആൻഡ് പുട്ട് സ്റ്റോപ്പ് ലോസ് ഇൻ ദ റെഡ് ലൈൻ. അപ്പൊ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ഓപ്പൺ ആണ് അല്ലെ. ആൻഡ് എക്സ്റ്റെൻഡ് ദ ടാർജറ്റ് അപ് ടു 1:1. അതായത് ടൂൾ എടുത്തിട്ട് ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ ഷോർട്ട് പൊസിഷൻ, ലോങ് പൊസിഷൻ ആണെങ്കിൽ ലോങ് പൊസിഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, അതിനുശേഷം ടാർജറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലെ.
then execute the trade in broker panel എന്ന് പറഞ്ഞാൽ ഒരു 5 8 10 പോയിന്റ്സ് ഉണ്ടോ അത് എഴുതി വെക്കുക. ഇനി ബ്രോക്കർ പാനലിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെയും ഒരു 5-6 പോയിന്റ്സ് ഉണ്ട് അല്ലെ, നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള 5-6 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യവും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ചെക്ക് ലിസ്റ്റ് നോക്കി ഇതിലെല്ലാം നമ്മൾ നോക്കിയില്ലേ എന്നുള്ളത് കൺഫേം ചെയ്ത് പോവാം ആദ്യത്തെ 2-3 ദിവസം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് ആ സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസുകളെല്ലാം ഒന്ന് മിസ്സാവാതെ കിട്ടും. അപ്പൊ ഇത് തന്നെയാണ് ഫാസ്റ്റ് ആയിട്ട് നമ്മളിത് ഈ ഒരു സ്കില്ല് ഗ്രോ ചെയ്യാനുള്ള മാർഗം, റിപ്പീറ്റേഷൻ, പ്രാക്ടീസ്. അപ്പൊ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നോക്കുക, ഇതിൽ ഏതെങ്കിലും ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ. അപ്പോഴാണ് നിങ്ങൾ കണ്ടുപിടിക്കുക, ഡബിളിനേക്കാളും മേലെ ഉണ്ടാവാൻ പാടില്ല, ഡബിളിനേക്കാളും മേലെയാണല്ലോ, അത് ഹൈലൈറ്റ് ചെയ്യുക, ഒരു മിസ്റ്റേക്ക് വരുത്തി അടുത്ത ദിവസം അത് ക്ലിയർ ചെയ്യാൻ നോക്കാം. അങ്ങനെ നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പ്രാപ്തമായാൽ നമുക്ക് ഒരുപാട് മർബസു കാൻഡിൽസ് ഈ നിഫ്റ്റി 50 സ്റ്റോക്സുകളുടെ ഉള്ളിൽ ഒരു ദിവസം ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഒരു 6 മുതൽ 10 വരെ ഉള്ള സ്റ്റോക്സുകൾ കിട്ടാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം 6 ആണെങ്കിൽ പിന്നത്തെ ദിവസം 7, 8 ആണെങ്കിൽ പിന്നെ ദിവസം 10 എണ്ണമൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ എണ്ണം റെഡ് ലിസ്റ്റിൽ ഇടാൻ പറ്റിയാല് അല്ലെ, അപ്പൊ ഇപ്പോ കൂടുതൽ എണ്ണം റെഡ് ലിസ്റ്റിൽ ഇടാൻ പറ്റിയാല് അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി എടുക്കാം. നമ്പർ 1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒന്ന്, മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷിന് മാത്രം പ്രയോറിറ്റി കൊടുക്കാം അല്ലെ, അത് വലിയൊരു യൂസ് അല്ലേ. അപ്പോ അത് നമുക്ക് പതുക്കെ കാണാം മാർക്കറ്റ് എങ്ങനെയാണ് ബുള്ളിഷ് ആവുക ബെയറിഷ് ആവാൻ നോക്കുക എന്നുള്ളത്. 2, നമുക്ക് വളരെ വലിയ കാൻഡിൽസ് ഉണ്ടെങ്കിൽ അതില് വലുത് നോക്കി ഒഴിവാക്കാം, വളരെ ചെറുതുണ്ടെങ്കിൽ ചെറുത് നോക്കി ഒഴിവാക്കാം. ഒരു മീഡിയം സൈസ്ഡ് കാൻഡിലാണെന്ന് തോന്നുന്നത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഇനി അടുത്ത ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രേഡ് മിസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഗ്രാസിമിന്റെ എക്സാമ്പിൾ തന്നെ കൂട്ടിക്കോ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു 2 ലൈൻ വരച്ചിട്ടു, നമ്മൾ വരച്ചിട്ടതിന് ശേഷം നമ്മൾ വരയ്ക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നിരുന്നത്, പക്ഷെ പിന്നെ ഇങ്ങോട്ട് പോയില്ല, നമ്മൾ വിചാരിച്ച പോലെ അത് പോയില്ല, അത് മുകളിലേക്ക് പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇൻവാലിഡ് ആണ്, പിന്നെ അത് എടുക്കണ്ട. അപ്പോ അതല്ലെങ്കിൽ അത് മുകളിലേക്ക് പോയി എന്ന് തന്നെ വിചാരിച്ചു, ഇന്നത്തെ ദിവസം മുകളിലേക്ക് തന്നെ പോയി എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം വെയിറ്റ് ചെയ്തിരുന്നാൽ പല ദിവസവും നമുക്ക് ട്രേഡ് ഉണ്ടാവില്ല. അപ്പോ എത്ര എണ്ണം നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ടോ അല്ലെങ്കിൽ എത്ര അലേർട്ട് നമ്മൾ വെച്ചിട്ടുണ്ടോ അത്രയും ഗ്യാരണ്ടീഡ് ആയിരിക്കും നമുക്ക് ആ ട്രേഡ് അന്ന് കിട്ടാന്നുള്ളത്. ആ ട്രേഡ് ഒരു ദിവസവും മിസ്സാവില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് കുറച്ച് സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമ്മുടെ സ്ട്രാറ്റജിയിൽ എൻഡ് ഓഫ് ദ മന്ത്. ഓക്കെ അല്ല, അപ്പൊ അഥവാ നമ്മളുടെ ഈ ഒരു 15 മിനിറ്റ് കാൻഡിലിന്റെ റെഡ് കാൻഡിൽ വന്നു, നമ്മളത് മാർക്ക് ചെയ്തു, തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇൻവാലിഡേറ്റഡ് ആണ്. അപ്പൊ ആ റെഡ് ലൈനിന്റെ മേലെ പോയിട്ട് പിന്നെ തിരിച്ചു വരണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയി വിചാരിക്കുന്നു അല്ലെ. സ്ട്രാറ്റജിയുടെ എല്ലാ ഡയമെൻഷൻസിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും എവിടെങ്കിലും മിസ് ഉണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് എവിടെങ്കിലും നിങ്ങൾ മിസ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാണാം. ക്ലിയർ അല്ലേ? വോയിസ് കട്ടായി പോകുന്നില്ലല്ലോ? ഇതിന്റെ റെക്കോർഡ് ക്ലിയർ അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു കേട്ടോ, എനിക്ക് റെക്കോർഡിങ്സ് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വീണ്ടും കണ്ടിട്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ നോക്കാം. ഞാൻ ആ സ്ട്രാറ്റജി ഒരു ബിഗിനേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് മിസ്സായവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഒരു സ്ട്രാറ്റജി 2 ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത്, 15 മിനിറ്റും 3 മിനിറ്റും. കഴിഞ്ഞ ക്ലാസ്സുകൾ മിസ്സായവര് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ക്ലാസ്, ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രമല്ല നമ്മളിത് പറഞ്ഞേക്കുന്നത്, എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈവനിങ്ങിലെ 9:30 ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്നും കൂടി അതെ, എല്ലാ മിസ്സായ ആൾക്കാർക്ക്, വളരെ അപൂർവ ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി ഒന്നും കൂടി അത് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ 2 ടൈം ഫ്രെയിം ആണുള്ളത്.
15 മിനിറ്റും 3 മിനിറ്റും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് 15 മിനിറ്റ് ആണ്. അപ്പൊ ടൈം ഫ്രെയിംസ് എല്ലാവർക്കും എവിടെ നിന്നാണ് എടുക്കുക എന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ? ഇവിടെയാണ് എടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിലും നമുക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം, ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. നമ്മൾ നോക്കേണ്ടത് രാവിലെ 9:15 മുതൽ 9:30 വരെയുള്ള, അതായത് ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. അപ്പോ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്ട്രോങ് ക്യാൻഡിലിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അതിന് 2-3 മാനദണ്ഡങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. ഒന്ന്, ആ ഒരു ക്യാൻഡിലിന്റെ ഇപ്പോ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഗ്രീൻ ക്യാൻഡിൽ. ആദ്യം നമുക്ക് ഗ്രീൻ ക്യാൻഡിലിന്റെ എക്സാമ്പിൾ കാണാം. ഓക്കെ, ആ ഗ്രീൻ ക്യാൻഡിലിന്റെ അപ്പർ വിക്ക് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ തിരി അല്ലെ, അത് വളരെ ചെറുതായിരിക്കണം. ലോവർ വിക്ക് ചെറുതാവാം, ഇല്ലാതിരിക്കാം, വലുതാവാം, നോ പ്രോബ്ലം. പക്ഷേ ഈ അപ്പർ വിക്ക് എന്ന് പറയുന്നത് ബോഡിയുടെ 5-1 താഴെയായിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4-1 താഴെയായിരിക്കണം എന്ന് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബോഡി 10 രൂപ ഉണ്ടെങ്കിൽ അപ്പർ വിക്ക് 2 രൂപയിലും താഴെയായിരിക്കണം. അതായത് ഇതൊരു മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ വന്നാൽ നമ്മൾ പരിഗണിക്കരുത്. ഓക്കെ, ഇത് ഓക്കെയാണ്, ഓൾമോസ്റ്റ് ഓക്കെയാണ് അല്ലെ? ഇതാണെങ്കിൽ പെർഫെക്റ്റ് അല്ലെ? എത്ര ചെറിയ വിക്കാവുന്നോ അത്രയും ബെസ്റ്റ്. എന്നാൽ ഈ ബോഡി എന്ന് പറയുന്നത്, അതായത് ക്യാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ആവറേജ് ക്യാൻഡിലിനേക്കാളും വലുതായിരിക്കണം. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? കഴിഞ്ഞൊരു 30-50 ക്യാൻഡിൽസുകൾ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഏകദേശം ഒരു ആവറേജ് മീഡിയം സൈസ്ഡ് ക്യാൻഡിൽ എങ്ങനെയാണ്? ഒരു കൊച്ചുകുട്ടിയോട് പറയാണ് ഒരു 50 ക്യാൻഡിൽ കാണിച്ചിട്ട് ഇതിലൊരു മീഡിയം സൈസ്ഡ് ക്യാൻഡിൽ ഒന്ന് ചൂസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ലേ? അപ്പൊ ഒരു മീഡിയം സൈസ്ഡ് ക്യാൻഡിൽ, അതിനെയാണ് ആവറേജ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു ആവറേജ് ക്യാൻഡിലിന്റെ സൈസിനേക്കാൾ കുറച്ച് മേലെ ആയിരിക്കണം, ഒട്ടും കുറയരുത്. അതായത് ചെറിയ ക്യാൻഡിൽസുകൾ നമ്മൾ എടുക്കരുത്. അതുപോലെ തന്നെ അത് വളരെ വലുതാവാനും പാടില്ല. അതായത് കഴിഞ്ഞ 30-50 ക്യാൻഡിൽസ് നമ്മൾ കാണണം, അതിന്റെ ഒരു ആവറേജ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിന്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ ഇല്ലാതിരിക്കാൻ നോക്കാം. ഇനി ഒരു ഇരട്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ഇറ്റ്സ് ഓക്കെയാണ്. ഓക്കെ, ഇനി അവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വളരെ വലിയ ക്യാൻഡിലാണ് എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഒരു മെഷർ ടൂൾ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു മെഷർ ടൂൾ ഉണ്ട്, അതെടുത്ത് അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബോഡി അളന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ 10 രൂപ ആവറേജ് ക്യാൻഡിൽ അളന്ന് നോക്കാം. അതൊരു 5 രൂപ ഉണ്ടെങ്കിൽ ഒരു 10 രൂപയേക്കാൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇതിനെയാണ് ഒരു സ്ട്രോങ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇനി ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ, അതായത് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കാൻ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ഇവിടേക്ക് നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷന് ശേഷം വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മൈക്രോഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. അപ്പൊ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? താഴത്തെ വിക്കാണ് നമ്മൾ നോക്കേണ്ടത്. മുകളിലത്തെ വിക്ക് ഇല്ലാതിരിക്കാം, വലുതാവാൻ ചെറുതാവാൻ നോക്കണ്ട. താഴത്തെ വിക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ താഴത്തെ വിക്ക് ബോഡിയുടെ 5-1 താഴെയായിരിക്കണം, ഏകദേശം 5-1 താഴെയായിരിക്കണം. അപ്പോ അതായത് ചുരുക്കി പറഞ്ഞാൽ ചെറിയ താഴെയുള്ള വിക്ക് ബോഡീനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കണം. അതുപോലെ തന്നെ ബോഡി എന്ത് വേണം? ആവറേജ് ക്യാൻഡിൽസിനേക്കാളും വലുതാവാൻ നോക്കാം, ഒരു 2 ഇരട്ടിയേക്കാളും ചെറുതാവാൻ നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ലാപ്പിൽ ചാർജ് എടുത്തേ. അയ്യോ, കൺഫ്യൂഷൻ ആയി. ഇപ്പൊ ഇത് രണ്ടും ഒരുപോലെയാന്ന് തോന്നുന്നു അല്ലെ? രണ്ടും സി ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ ആ ഫ്ലോറിലുണ്ടായിരിക്കും, അവിടെ ഉണ്ടാവാൻ സാധ്യത. ഞാൻ നോക്കട്ടെ. പുതിയ ഇതിൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പവർ പോയിന്റ് ഒന്നും ഇല്ലല്ലോ. ഏതാ നമ്മളെ ലാപ്പ? പുതിയ ലാപ്പ? ഞാനൊന്ന് നോക്കാം. ഈ ചാർജർ വേണമെങ്കിൽ എടുത്തോ, ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. നോക്കി കണ്ടുപിടിക്കാം. ഇതിപ്പോ സോഫ്റ്റ്വെയർ, മറ്റേ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാത്തതാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ തന്നെ പോവാന്ന് വിചാരിച്ചു. ഇതിപ്പോ എന്ത് ചെയ്യണം? നന്ദുവിന് കൊടുക്കണം. ശരി, ഇപ്പൊ എന്തെങ്കിലും റെഡി ആക്കിയാ. ഹലോ,
കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ സോറി ഫോർ ദി ഇന്ററപ്ഷൻ. വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ താഴത്തെ വിക്ക് ആണ് നോക്കേണ്ടത്, മുകളിലത്തെ വിക്കിന് പ്രസക്തിയില്ല. ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ മുകളിലത്തെ വിക്കാണ് നോക്കേണ്ടത്, താഴത്തെ വിക്കിന് പ്രസക്തിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, അങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു സിംഗിൾ സ്റ്റോക്ക് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല. മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് ഒരു ദിവസം നമ്മൾ രാവിലെ 9:15 9:30 ഉള്ള ക്യാൻഡില് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്സുകൾ ഒരു വാച്ച് ലിസ്റ്റിൽ ലോഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് നമുക്ക് അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാൻഡിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ നമുക്ക് ഓരോ സ്റ്റോക്കുകളായിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് സിമ്പിൾ സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് നിഫ്റ്റി 50 ലോഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എല്ലാ ദിവസവും നമ്മൾ ഒരു സ്ട്രാറ്റജി തന്നെയല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് അടിച്ച് പോകാൻ ഈസി ആയിരിക്കും. അടുത്തത്, അങ്ങനെ ഒരു ക്യാൻഡിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പൺ പ്രൈസ് ബ്ലൂ കളറിലും ക്ലോസ് പ്രൈസ് റെഡ് കളറിലും മാർക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരേ കളറിൽ തന്നെ മാർക്ക് ചെയ്യാം. അപ്പൊ റെഡ് കളറിൽ മാർക്ക് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോ ബേസിക് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം. ഗ്രീൻ ക്യാൻഡിലിന് ഓപ്പൺ താഴെയായിരിക്കും, ക്ലോസ് മേലെയായിരിക്കും. ഓപ്പണിനേക്കാളും മേലെ ക്ലോസ് വരുമ്പോഴാണ് അത് ഗ്രീൻ കളറായിട്ട് ട്രേഡിംഗ് വ്യൂ നമുക്ക് കാണിച്ചു തരുന്നത്. ഓപ്പണിനേക്കാളും താഴെ ക്ലോസ് വന്നാൽ, ഓപ്പണിനേക്കാളും താഴെയാണ് ക്ലോസ് എങ്കിൽ അത് നമ്മൾ റെഡ് ക്യാൻഡിലായിട്ടായിരിക്കും ട്രേഡിംഗ് വ്യൂ പ്ലോട്ട് ചെയ്യുക. മനസ്സിലായോ? അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്പണിന്റെ മേലെ ക്ലോസ് വന്നാൽ അതിനെയാണ് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് ഗ്രീൻ ആയിട്ട് കാണുന്നത്. ഓപ്പണിന്റെ താഴെ ക്ലോസ് വന്നാൽ അതാണ് നമ്മൾ റെഡ് ആയിട്ട് കാണുന്നത്. അപ്പോ എവിടെ ഗ്രീനും റെഡും മാർക്ക് ചെയ്യണമെന്ന് മാത്രം നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി. ഓപ്പൺ ഈസിക്കൽ ടു റെഡ്, ക്ലോസ് ഈസിക്കൽ ടു ബ്ലൂ. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഇരിക്കും അല്ലെ? റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ താഴെയാണ് ബ്ലൂ വരിക. ഇനി അടുത്ത ക്രൈറ്റീരിയ 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 15 മിനിറ്റിലാണെങ്കിൽ അത് ഇവിടെ പോയിട്ട് 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ഈ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ 5 പീസായിട്ടാണ് കാണാൻ പറ്റുക. കാരണം ആ 3 മിനിറ്റിന്റെ 5 പീസ് കൂടിയതാണല്ലോ 15 മിനിറ്റ്. 5 ക്യാൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ അല്ലെ? അപ്പോ ഇനി നമ്മൾ നോക്കേണ്ടത് ആ 3 മിനിറ്റിന്റെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ അടുത്ത ഫ്യൂ മിനിറ്റ്സിൽ, അതായത് ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ടൊക്കെ വന്നാൽ അത്രയും ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റോക്സുകൾ കണ്ടുവച്ചാൽ ബെറ്റർ ആണെന്ന് പറയുന്നത്. അടുത്ത ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഈ ബ്ലൂ ലൈനിന്റെ താഴത്തേക്ക് വരാണെങ്കിൽ, അല്ലെ, ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അലേർട്ട് വെക്കാം, വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ഷോർട്ട് സെല് ചെയ്യേണ്ടത്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബൈ ചെയ്യുന്നു, താഴത്തേക്ക് പോവുകയാണെങ്കിൽ സെല് ചെയ്യുന്നു അല്ലെ? അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ റെഡ് ലൈനിലേക്ക് കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നു. ടാർജറ്റ് രണ്ടും തുല്യമാണ് തരത്തിൽ, സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരവും ടാർജറ്റിലേക്കുള്ള ദൂരവും, അതായത് ഈ റെഡ് സോണും ബ്ലൂ സോണും ഗ്രീൻ സോണും തുല്യമാവുന്ന തരത്തിൽ വെക്കുന്നു. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ടത് ബ്ലൂ ലൈനിലല്ല നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഒരു ക്യാൻഡിലിന്റെ ക്ലോസ് കിട്ടുമ്പോൾ ആ ക്ലോസിംഗ് പ്രൈസിനാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതായത് നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്തത് ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് കാണാം. അപ്പൊ അതിനുശേഷം 1:1 റിസ്ക് റിവാർഡ്, അതായത് അപ്പർ സോണും സ്റ്റോപ്പ് ലോസിന്റെ സോണും നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ടാർജറ്റിലേക്കുള്ള ദൂരവും തുല്യമാവുന്ന തരത്തിലാണ് നമ്മൾ ഈ പൊസിഷൻ ടൂള് വെക്കേണ്ടത്. ഈ പൊസിഷൻ ടൂൾ എവിടെ നിന്ന് കിട്ടും? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5ാമത്തെ സെക്ഷനിൽ ആദ്യത്തെ 2 ടൂളാണ് പൊസിഷൻ ടൂള്. അത് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്തിട്ടാൽ നമ്മുടെ ഈ ഫേവറേറ്റ് ബാറിൽ അത് കാണാൻ പറ്റും. കണ്ടോ? ഫേവറേറ്റ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ. ആ ഫേവറേറ്റ് ബാർ കാണണമെന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു നക്ഷത്രത്തിന്റെ ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ഓൺ ചെയ്യണം, എന്നാലാണ് ആ ഫേവറേറ്റ് ബാർ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അത് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. അപ്പൊ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആണ് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ട്രിഗർ. അത് കിട്ടുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെല് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ കേസ് കാണാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അതിന്റെ മുകളിൽ വിക്ക് വളരെ ചെറുതായിരിക്കണം. അപ്പൊ എന്താണ് വരാ? ബ്ലൂ മുകളിലാണ് വരാ അല്ലെ? ബ്ലൂ മുകളിലാണ് വരാ, റെഡ് താഴെയാണ് വരാ. ഓക്കെ, ഇത് വിക്കും കളർ ഗ്രീൻ. ഇങ്ങനെയാണെന്ന് വിചാരിച്ചു.
അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ ബ്ലൂ കളറിന്റെ മേലെ ഒരു ഗ്രീൻ കാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പൊ മിക്കപ്പോഴും ഗ്രീൻ കാൻഡിലായിരിക്കും, അത് നമ്മളിന്ന് പറഞ്ഞതാണ്. ഈ ബ്ലൂ കളറിന്റെ മേലെ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്യണം. ആ കാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. ബൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും? റെഡ് ലൈനിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, അല്ലെ? ടാർഗറ്റ് എവിടെ വെക്കും? നമ്മൾ എൻ്റർ ചെയ്തോടത്തുനിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ ഇരട്ടി. അപ്പൊ അതെങ്ങനെയാണ് വെക്കണമെന്നൊന്ന് നോക്കിക്കോ. നമ്മൾ ആദ്യം ലോങ് പൊസിഷൻ ലോങ് പൊസിഷൻ ടൂൾ ഇവിടെ നിന്ന് എടുക്കുന്നു. എവിടെയാണോ ക്ലോസ് ചെയ്തത്, ആ കാൻഡിൽ ക്ലോസ് ചെയ്ത് അവിടെ വെക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എക്സ്റ്റെൻഡ് ചെയ്ത് റെഡ് ലൈനിലേക്ക് വെക്കുന്നു. ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ റിസ്റ്റ് റിവാർഡ് 1 എത്തുന്നവരെ, അല്ലെ, ഇവിടേക്ക് നോക്കണം. ഇവിടേക്ക് റിസ്റ്റ് റിവാർഡ് 1 എത്തുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ 62 രൂപയാണെങ്കിൽ ഇവിടെ 62 രൂപ നോക്കിയിട്ട് വെച്ചാലും മതി. ഇത് രണ്ടും തുല്യമായിരിക്കണം. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരവും നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാർഗറ്റിലേക്കുള്ള ദൂരവും സെയിം ആവുന്ന തരത്തിൽ വെക്കുന്നു. അതിനെയാണ് 1:1 റിസ്റ്റ് റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ട്രാറ്റജിയിൽ ഓൾറെഡി ബേസിക് ക്ലാസ് മിസ്സായവർ ഇന്നത്തെ റെക്കോർഡിംഗ് സെക്ഷൻ വീണ്ടും എടുത്ത് കാണാം. നമ്മൾ അതിനുവേണ്ടി വളരെ സമയം കളഞ്ഞ് പറയാൻ പറ്റില്ല, കാരണം മറ്റെല്ലാവർക്കും ഓൾറെഡി ആ സ്ട്രാറ്റജി അറിയാം. മിസ്സായവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും ഒന്ന് ആവർത്തിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്തവർക്ക് സ്ട്രാറ്റജിയിൽ ഇനി ഡൗട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മിസ്സായവർ വീണ്ടും ഈ റെക്കോർഡിംഗ് ഒന്നോ രണ്ടോ വട്ടെടുത്ത് കണ്ട് അത് മനസ്സിലാക്കാം. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം. ക്ലിയർ ആണോ? ഓക്കെയാണ്. റെക്കോർഡിങ് ഞാൻ വീണ്ടും കണ്ടോളാം, കുഴപ്പമില്ല. മറ്റാർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ബാക്കി നിൽക്കുന്നുണ്ടോ? ഒറ്റ കേസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ നല്ലായിരുന്നു. ഈ സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ട കേസ് പറഞ്ഞില്ലേ വാച്ച് ലിസ്റ്റില്, നമ്പർ ഓഫ്, അത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്നായിരിക്കും, ബാക്കിയൊന്നും കുഴപ്പമില്ല. ബാക്കി അതിന് വേണ്ടി വേറൊരു ഷോർട്ട് വീഡിയോ എടുക്കണ്ട. ഇതെല്ലാം പല വീഡിയോസ് ആയി പോകില്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് റെക്കോർഡ്. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. നമ്മള് ഗൂഗിളിൽ പോയിട്ട് നിഫ്റ്റി 50 സ്റ്റോക്സ് ലിസ്റ്റ് CSV എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിഫ്റ്റി 50യുടെ സ്റ്റോക്ക് ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ കൂടെ മറക്കാണ്ട് അടിക്കേണ്ട കാര്യം CSV എന്ന് പറഞ്ഞ് അടിച്ചിട്ട് എൻ്റർ ചെയ്യാം. അപ്പൊ NSEയുടെ വെബ്സൈറ്റിന്റെ ലോഗോ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഒരു സുദർശന ചക്രത്തിന്റെ, അല്ലെ? അപ്പോ അതും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ഒരു ലോഗോ ആണ്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് താഴേക്ക് വന്നാൽ ഇവിടെ CSV എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടായിരിക്കും. പല ഫയൽ ഉണ്ട്, PDF ഫയൽസ് ഉണ്ട്. അതൊന്നുമല്ല, നിഫ്റ്റി 50 സ്റ്റോക്സ് CSV, ഏറ്റവും അവസാനത്തെ നിന്ന് രണ്ടാമത്തെ ഫയൽ. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് മൊബൈലിലാണെങ്കിലും നമ്മളുടെ PC-യിലാണെങ്കിലും എക്സൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വരും. അപ്പൊ മിക്ക മൊബൈൽസിലും ഇത് ഓപ്പൺ ചെയ്ത് വരാറുണ്ട്. ഓക്കെ, മിക്ക കമ്പ്യൂട്ടറുകളിലും ഈ എക്സൽ ഓൾറെഡി ഉണ്ടായിരിക്കും. വിൻഡോസിന്റെ എക്സൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഓപ്പൺ ആയി വരും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോവാ ഡൗൺലോഡ്സിലേക്കാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡൗൺലോഡ് ചെയ്യുന്ന അതിലേക്കാണ് പോവാ, ഫോൾഡറിലേക്കാണ് പോവാ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 5 കോളംസ് കാണാം, അല്ലെ? അതിൽ നമുക്ക് വേണ്ടത് 3ാമത്തെ കോളമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കോളംസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും 2 കോളംസ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് അമർത്തിയിട്ട് സെലക്ട് ചെയ്യുക. ഈ ഹെഡറിൽ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഡിലീറ്റ് കൊടുത്താൽ അതുകൊണ്ട് പൊക്കോളും. വീണ്ടും ബി, ഇപ്പോൾ അവസാനത്തെ 2 കോളം സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് അമർത്തിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് കളഞ്ഞാലും മതി. ഈ ഹെഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ അതുകൊണ്ട് പൊക്കോളും. ഇതാണ് നമ്മളുടെ സിമ്പിൾസിന്റെ ലിസ്റ്റ്. ഇതിൽ ആദ്യത്തെ റോയും നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഹെഡർമോ, അല്ലെ, ഈ ഭിത്തിയിൽ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഇതാണ് നിഫ്റ്റി 50യുടെ സ്റ്റോക്ക് ലിസ്റ്റ്. പിന്നെ എന്ത് ചെയ്യണം, ഇതിൽ ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിലേക്ക് പേസ്റ്റ് ചെയ്യുക. Ctrl+C അടിക്കുക. മൊബൈലിലാണെങ്കിൽ അത് കൺഫ്യൂഷൻ ആയിരിക്കും, എന്നാലും നോക്കി ആഡ് ചെയ്താലും മതി, ടൈപ്പ് ചെയ്താലും മതി. കോപ്പി ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ അഡാനി എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് നമ്മൾ
നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ തെറ്റരുത്, ഇതിൽ സ്റ്റോക്സുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇതിൽ ഫ്യൂച്ചേഴ്സ് ഒക്കെ കിടക്കും. അത് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോക്സുകളിലേക്ക് വരാം. വേണമെങ്കിൽ ഇവിടെ ഓൾ കൺട്രീസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, വേറെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വേറെ ചില സ്റ്റോക്സുകളൊക്കെ അതിൽ വരും. അപ്പൊ ചിലത് അത് ഒരുപോലെയുള്ള പേരുകളിൽ വരും. ഇൻഫോസിസ് ഇവിടെയുണ്ട്, NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. അപ്പൊ അതൊക്കെ പറ്റാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൺട്രി ചൂസ് ചെയ്യാം, ഇന്ത്യ. ഓക്കെ, അപ്പൊ അതിൽ വീണ്ടും 2 ഓപ്ഷൻ കിടക്കുന്നുണ്ട്. NSE വേണോ BSE വേണോ? നമ്മൾ NSE ആണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, അത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, NSE പ്രിഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം NSEയിലുള്ള സ്റ്റോക്സുകളാണ് നമ്മൾ പലപ്പോഴും ട്രേഡ് ചെയ്യാറ്. BSEയേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഫിൽറ്ററിങ് ഉണ്ട് NSEയിൽ. അതുകൊണ്ട് അത് തെറ്റിയാലും ഓൾമോസ്റ്റ് സെയിം ചാർട്ടൊക്കെ തന്നെയാണ് ഏകദേശം വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഒന്ന് റിവൈസ് ചെയ്യാം. CSV എന്ന് പറയുന്ന പേര് മറക്കരുത്. എക്സൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഡൗൺലോഡ്സിന്റെ ലിസ്റ്റിലായിരിക്കും. അവിടെ പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 5 കോളംസ് ഉണ്ടായിരിക്കും. അതിൽ സിമ്പൽ എന്ന് പറയുന്ന കോളാണ് നമുക്ക് ആവശ്യം. അപ്പൊ ബാക്കി എല്ലാ കോളംസും ഹെഡറിൽ റൈറ്റ് ബട്ടൺ അടിച്ച് ഡെലിറ്റ് ചെയ്യുക. 1 by 1 ആയിട്ട് ട്രേഡിംഗ് വ്യൂവിലേക്ക് പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഓൾ മാറ്റിയിട്ട് സ്റ്റോക്ക് ആക്കണം മറക്കരുത്. കൺട്രി കൊടുത്താൽ നന്നായിരിക്കും, തെറ്റുപറ്റില്ല. BSE അല്ല NSE ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 50 ഇടാൻ പറ്റിയില്ലെങ്കിൽ 30 മാക്സിമം ലിമിറ്റ് ഉള്ളൂന്നുണ്ടെങ്കിൽ 30 ഇട്ടാൽ മതി. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തെ 30 ഇടാം. അപ്പൊ നമ്മളെല്ലാവരും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകൾ വളരെ സിമിലർ ആയിരിക്കുമല്ലോ. എന്തുകൊണ്ട് നിഫ്റ്റി 50 സ്റ്റോക്സുകൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സുകളിലായിരിക്കും ഏറ്റവും കുറവ് സ്പ്രെഡ്? അപ്പൊ സ്പ്രെഡ് എന്താണെന്നുള്ളത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ സ്പ്രെഡ് വളരെ കുറവ് നിഫ്റ്റി 50 സ്റ്റോക്സുകളിലാണ്. ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് എന്താണെന്നുള്ളത് വിത്ത് എക്സാമ്പിൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, അതാണ് ബെറ്റർ. ഓക്കെ, നമ്മൾ ഒരു വണ്ടി കച്ചവടക്കാരനാണെങ്കിൽ ചിന്തിക്കില്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന വണ്ടി മാരുതിയുടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോയൽ എൻഫീൽഡോ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറോ അതുപോലുള്ള വണ്ടികളാണ് പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുക അല്ലെ. അതിന് വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സുകളാണ് നമ്മൾ ഈ നിഫ്റ്റി 50 ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എക്സിക്യൂഷൻ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ബ്രോക്കറുടെ ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തോ? ഫസ്റ്റ് സ്റ്റോക്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ടോ? അത് നമുക്ക് മൊബൈലിലും കാണാം, അതുപോലെ തന്നെ വെബിലും കാണാം. അപ്പോൾ ചിലർക്ക് വെബില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ അവിടെ മാച്ച് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റുന്നില്ല, എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഓക്കെ, മൊബൈലിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കണമെന്ന് മാത്രം. അപ്പൊ എല്ലാവരും ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാം. മൊബൈലിലുള്ളവർ മൊബൈലിൽ എടുക്കാം, PC-യിലുള്ളവർ PC-യിൽ എടുക്കാം. നമുക്ക് വെറുതെ ഒരു ട്രേഡ് എടുത്തിട്ട് അതിന് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് ഒക്കെ വെച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇനിയിപ്പോ നോക്കിയിരുന്ന സമയം കളയണ്ട, വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട. നിങ്ങൾ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം ട്രേഡ് ചെയ്യാൻ നോക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ അതിന് സമയം കളയേണ്ട. ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, അപ്പൊ നമ്മളെപ്പോഴും ഇതുപോലെ ടെസ്റ്റ് ഒക്കെ അടിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെറിയ സ്റ്റോക്കാണ് എടുക്കുക അല്ലെ. പഞ്ചാബ് നാഷണൽ ബാങ്കോ IRFCയോ അതുപോലുള്ള കാനറ ബാങ്കോ അതുപോലെ ചെറിയ വിലയുടെ ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് പിടിക്കാമെന്ന് അല്ലെ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പൊ നമ്മൾ ഒന്നും നോക്കുന്നില്ല, മുകളിലേക്കാണോ താഴത്തേക്കാണോ സ്ട്രാറ്റജി ഒന്നും നോക്കുന്നില്ല, ചുമ്മാ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ബൈ ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ബൈ ചെയ്യുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടെ വരച്ചിട്ടത് ഇവിടെയാണെന്ന് വിചാരിച്ചു. സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് അല്ലെ, തുല്യമായിട്ടുള്ള അളവിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 118 രൂപ 31 പൈസക്ക് ബൈ ചെയ്യാൻ പോവാണ് ഏകദേശം നമുക്ക് കിട്ടണ വിലക്ക്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നു, ഇവിടെ നമ്മുടെ ടാർജറ്റ് വെക്കാൻ പോകുന്നു. അതായത് നമ്മളൊരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ് അത് ചെയ്ത് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഓപ്പണും ക്ലോസും ഒക്കെ പറഞ്ഞത് ഇതുപോലെ അല്ലെ, ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഒറിജിനൽ സ്ട്രാറ്റജി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവിടെ ഇത് രണ്ടും വേണമെന്നില്ല. വൺസ് ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ ടൂൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻസ് ഡെലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ ലോങ് പൊസിഷൻ ടൂൾ മാത്രമുള്ളപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ടാർജറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെ കാണാം. എൻ്റർ ചെയ്യുന്ന പ്രൈസ് ഏകദേശം ഇവിടെ ഗ്രേ കളറിൽ കാണാം. നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ ഈ ഷോർട്ട് പൊസിഷൻ ടൂളിന്റെ സെന്റർ ആണ് ഗ്രേ കളറിൽ കാണിക്കുന്നത്. ഇപ്പോഴത്തെ ആക്ച്വൽ പ്രൈസ് ആണ് ആ റെഡ് കളറിൽ സെന്ററിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ടാർജറ്റും സ്റ്റോപ്പ് ലോസും ആണ് അല്ലെ. ഇത് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് നമുക്ക് ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട്
ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ്, ഇവിടെ നമ്മൾ ടാർജറ്റ് വെക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാം. ലാപ്ടോപ്പിൽ ഇല്ലാതെ മൊബൈലിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ മൊബൈലില് ഞാൻ ആദ്യം വെബിൽ കാണിച്ചു തരാം, അത് കഴിഞ്ഞതിന് ശേഷം മൊബൈലിൽ നമുക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ 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 ശരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോക്ക് കണ്ടുവച്ചേക്കാണ് അല്ലെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്നു. അപ്പോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതിപ്പോ വളരെ ഈസിയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ, PNB. അതല്ല വലിയ സ്റ്റോക്കിന്റെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ ലെൻസിന്റെ പിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? ഇത് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ PNB അല്ലെങ്കിൽ നമ്മളത് മാനുവലി ഓർത്ത് വെച്ച് പേസ്റ്റ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ 2-3 കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതല്ല ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നില്ല. ഈ സ്ട്രാറ്റജിയിൽ പലപ്പോഴും നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പല പല വാച്ച് ലിസ്റ്റുകൾ ഉണ്ട്. അതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പേര് കൊടുത്തൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട കാര്യമില്ല. നമുക്ക് വെറുതെ സിമ്പിൾ ആയിട്ട് ഇത് പേസ്റ്റ് ചെയ്തിട്ട് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെ. PNB പേസ്റ്റ് ചെയ്യാം, PNBയിൽ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലൊരു വിൻഡോ വരും. ഇതിനെയാണ് നമ്മൾ ഓർഡർ ടാബ് എന്ന് പറയുന്നത്, ഓർഡർ ടാബ്. അപ്പൊ ഇതിലാണ് ഓർഡറുമായി ബന്ധപ്പെട്ട നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓർഡറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. ഇവിടെ നമുക്ക് നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഷോർട്ട് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെല് ചെയ്യണമെങ്കിൽ സെല് ചെയ്യാം, ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രാഡേ ട്രേഡ് ആയതുകൊണ്ട് ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കണം, എന്നാലേ നമുക്ക് ലിവറേജ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. ഡെലിവറി ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ആ സ്റ്റോക്കിന്റെ യഥാർത്ഥമായ പൈസ തന്നെ വേണം, 118 രൂപ. ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് അത് വാങ്ങാൻ വെറും 23 രൂപ മതി. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേയിലേക്ക് ആക്കുമ്പോഴാണ് നമുക്ക് ലിവറേജ് കിട്ടുള്ളൂ. അപ്പൊ അതിന് ശേഷം ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 1 വേണമെങ്കിൽ 1, 2 വേണമെങ്കിൽ 2 അല്ലെ. തൽക്കാലം നമുക്കൊരു ക്വാണ്ടിറ്റി വാങ്ങാം. അപ്പൊ ഇപ്പൊ നിലവിലുള്ള പ്രൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്, അവസാനം കച്ചവടം നടന്ന വിലയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് നീങ്ങിക്കൊണ്ടിരിക്കണ്ടാവും അല്ലെ. അപ്പൊ ആ വിലയ്ക്ക് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഓർഡർ ടൈപ്സുകൾ ഉണ്ട്, അത് മാറ്റിയിട്ട് നമ്മൾ മാർക്കറ്റ് ഓർഡർ ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ കൺഫ്യൂഷനുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് എല്ലാത്തിലേക്കും നമ്മൾ പോകണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ടൈമിൽ പഠിക്കാം. നമ്മൾ നിലവിലുള്ള പ്രൈസിന് വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഓർഡർ ആക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ ബൈ ചെയ്യുന്നത് മാർക്കറ്റ് ഓർഡറിനാണ്. അതായത് ഇപ്പോൾ ഉള്ള വിലയ്ക്ക് വാങ്ങുന്നതിനെയാണ് പറയുന്നത് മാർക്കറ്റ് ഓർഡർ. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ആവും, പെൻഡിങ് എടുക്കില്ല, അപ്പൊ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, അതിനുശേഷം ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണും. അതായത് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിന് സ്റ്റോപ്പ് ലോസ് വെക്കണം, ടാർജറ്റ് വെക്കണം. അപ്പൊ അതിൽ ഏതാണ് ആദ്യം വെക്കേണ്ടത്? സ്റ്റോപ്പ് ലോസ് ആണ് അല്ലെ. നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നുള്ളത് ഇവിടെ നോക്കാം. 117 രൂപ 65 പൈസ അല്ലെ. അത് നേരെ ഇവിടെ പോയിട്ട് അത് പ്ലേസ് ചെയ്യാം. അത് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഓപ്ഷൻ എടുക്കുക? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാനവരൊന്ന് പറയോ, എവിടെ നിന്ന് എടുക്കും? എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകേണ്ടത്? ആർക്കും അറിയില്ല? പെൻസിൽ ബാറിൽ പോയിട്ട് ഏതാണ്? ക്ലിയർ ആവുന്നില്ല, അതൊന്ന് പറയാമോ? ഫസ്റ്റ് അതിന്റെ എൻട്രി പൊസിഷൻ. ഓക്കെ. മൊബൈലിലാവുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലെ. മൊബൈലാണെങ്കിൽ എന്തിലാണ് പോകേണ്ടത്? പോർട്ട്ഫോളിയോയിൽ പോകണം അല്ലെ. പോർട്ട്ഫോളിയോയിൽ പോയിട്ട് പൊസിഷൻസിൽ പോകണം. ഇവിടെയാണെങ്കിൽ ഡയറക്റ്റ് പൊസിഷൻസിൽ പോവാം
അല്ലെ. മൊബൈലിലാണെങ്കിൽ താഴെ 5 പേജുകൾ ഉണ്ട്. അതിൽ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് പൊസിഷൻസിൽ പോകണം. മൊബൈലിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ പൊസിഷൻസിൽ പോകണം. ഓർഡേഴ്സിലല്ല, പൊസിഷൻസിൽ. ഓർഡേഴ്സിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 3 ഡോട്ട്സ് കാണാം, പൊസിഷൻസിലും ഒരു 3 ഡോട്ട്സ് കാണാം. ഈ പൊസിഷൻസിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് എക്സിറ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെക്കാൻ പോകുന്ന സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മളിവിടെ നോക്കി വന്നിട്ടുണ്ട് 117 രൂപ 65 പൈസ. അത് നമ്മൾ വെക്കണം അല്ലെ. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ടാബ് വന്നു, എക്സിറ്റ് കൊടുത്തപ്പോൾ ഈ ഒരു ടാബ് വന്നു. നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? SLS എടുക്കണം. എന്താണ്? SLS-ലോട്ട് മാറ്റണം. യെസ്, SLM-യിലോട്ട് മാറ്റണം അല്ലെ. SLM. അപ്പോ ഒരിക്കലും ഇവിടെ വില അടിച്ചു കൊടുക്കരുത്. വില അടിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്കൊരു വില അടിച്ചു കൊടുത്ത് നോക്കാം. എത്രയാണ്? 117 രൂപ 65 പൈസ. 117 രൂപ 65 പൈസ. ഇതെല്ലാ ബ്രോക്കേഴ്സിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. വീണ്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ SLM-ലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വീണ്ടും ആ വില അടിച്ചു കൊടുക്കാൻ നിൽക്കണം. അപ്പൊ അതിലും ഭേദം SLM-ലേക്ക് മാറ്റാം, അതിനുശേഷം 117 രൂപ 65 പൈസ അടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഡർ ടൈപ്പ് ആണ് SLM. ഓക്കെ അല്ലേ. അപ്പൊ അതിനുശേഷം നമ്മൾ ഇൻട്രാഡേ തന്നെ ഫെച്ച് ആയിട്ടുണ്ടാവും. വില മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഓർഡർ ടൈപ്പ് ചൂസ് ചെയ്യാം, സെല്ല് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഓർഡർ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അത് മിസ്റ്റേക്ക് ആണ്. അതായത് നമ്മൾ വാങ്ങിച്ച സാധനം അപ്പൊ തന്നെ നമ്മൾ വിറ്റ് കഴിഞ്ഞു, അതായത് നമ്മുടെ ട്രേഡിന് നിലവിലില്ല. അപ്പൊ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഡൺ കൊടുക്കുക. ഇനി ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഓർഡർ താഴെ കിടക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഓൾറെഡി മേടിച്ചു, ആ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു ക്വാണ്ടിറ്റി ഇൻട്രാഡേയിൽ മേടിച്ചു. ഇനി ഓപ്പൺ ഓർഡേഴ്സ്, അതായത് വരാൻ പോകുന്ന ഓർഡേഴ്സ്, പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ്, അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇതൊന്ന് കൺഫേം ചെയ്യുന്നു. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? പൊസിഷൻസിൽ പോയിട്ട് ഈ 3 ഡോട്ട്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് വീണ്ടും എക്സിറ്റിലേക്ക് പോവാണ്. അപ്പൊ ടാർഗറ്റ് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച പോലെ തന്നെയാണ്, ചെറിയ മാറ്റമുള്ളൂ. ഈ SLM ചൂസ് ചെയ്യുന്നതിന് പകരം ലിമിറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഏതാണ് നമ്മുടെ ടാർഗറ്റ്? 119 രൂപ 9 പൈസ അല്ലെ. 119 രൂപ 9 പൈസ ഇവിടെ അടിച്ചു കൊടുക്കുന്നു. അപ്പൊ അതിന് മുമ്പേ തന്നെ ലിമിറ്റ് ഓർഡർ ആക്കിയിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും അടിക്കേണ്ടി വരും. അതിനുശേഷം സെല്ല് കൊടുത്താൽ ഓർഡർ പെൻഡിങ് കാണിച്ചിരിക്കണം. കംപ്ലീറ്റഡ് കാണിച്ചാൽ മിസ്റ്റേക്ക് ആണ്. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡേഴ്സിൽ പോയാൽ നമുക്ക് ഇപ്പൊ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസും ടാർജറ്റും കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതൊന്ന് ചെക്ക് ചെയ്യുക, ഇവിടെ റെഡി അല്ലേന്ന് ചെക്ക് ചെയ്യുക. കാരണം ചില ബ്രോക്കേഴ്സിൽ ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതവിടെ കാണിക്കില്ല. അപ്പൊ ഇപ്പൊ സാധാരണ എനിക്ക് നമ്മളൊരു ക്വാണ്ടിറ്റി വെച്ച് അല്ലല്ലോ ട്രേഡ് ചെയ്യാൻ പോണേ. ഫ്യൂച്ചറിൽ നമ്മൾ 1 ലക്ഷം 2 ലക്ഷം കിട്ടി ട്രേഡ് ചെയ്യുമ്പോൾ ആ ട്രേഡ് മിസ്സാവും. ആ മിസ്സായ ട്രേഡ് പ്രോഫിറ്റ് അടിക്കേണ്ടതാണെങ്കിൽ അത് ലോസ് അല്ലേ. അപ്പോ ചെക്ക് ചെയ്യുക. മിസ്സാവല്ല ചെയ്യുക. പ്രശ്നം എന്താണ്? സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലോസ് വരും അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ടതിന് ശേഷം ഓർഡേഴ്സിൽ പോയിട്ടൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇത് എങ്ങനെ മൊബൈലിൽ ഉള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് കാണാം. മൊബൈൽ എടുക്കുക, മൊബൈലുള്ളൊരു മൊബൈൽ എടുക്കുക. ഓക്കെ. ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഒന്ന്, ഈ കിടക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും. അതായത് മൊബൈലിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, താഴെ 5 പേജസ് ആണ് മെയിൻ ആയിട്ട്. ഒന്ന് ഡാഷ്ബോർഡ്, ഒന്ന് വാച്ച് ലിസ്റ്റ്. അപ്പൊ വാച്ച് ലിസ്റ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വാച്ച് ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ കോർണറിൽ ഒരു ബ്ലൂ കളർ ബട്ടൺ ഉണ്ടായിരിക്കും, പ്ലസ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താണ്? PNB എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ PNB ഏതൊക്കെ സ്റ്റോക്സുകളിൽ എവിടെങ്കിലും ആയിട്ട് സെന്ററിൽ ഉണ്ടെങ്കിൽ അതുവരെ കാണിക്കും. അപ്പൊ നമ്മൾ അതിൽ PNB NSE എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് വാച്ച് ലിസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു ഫ്ലാഗ് ഉണ്ട്, ഒരു കൊടിയുടെ ഷേപ്പ് ഉണ്ട്. അത് ഇടണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നേരെ അവിടെ നിന്ന് ബൈ ചെയ്യാം. അപ്പൊ ബൈ ചെയ്യാനാണെങ്കിൽ ബൈ കൊടുക്കുക, സെല് ചെയ്യുകയാണെങ്കിൽ സെല് കൊടുക്കുക. ബൈ ടാബ് അല്ലെങ്കിൽ ഓർഡർ മെനു കിട്ടി അല്ലെ, ഓർഡർ ടാബ് കിട്ടി. ഇനി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ട പോലെ തന്നെയാണ്. ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്, ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യാൻ മറക്കരുത്, ലിമിറ്റ് മാർക്കറ്റ് SL. അപ്പൊ അവിടെ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ 4 ഓർഡർ ടൈപ്പ് കണ്ടു. ഇതാണ് മെയിൻ വ്യത്യാസം അല്ലെ. ഇവിടെ നമ്മൾ 4 ഓർഡർ ടൈപ്പ് കണ്ടു. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ആണെന്ന് പറഞ്ഞിരുന്നു, ടാർഗറ്റ് വെക്കാൻ ലിമിറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ മൊബൈൽ വെർഷനിൽ 3 കാണിക്കുള്ളൂ.
ലിമിറ്റും മാർക്കറ്റും SL-ലും ആദ്യത്തെ 3 കാണിക്കുള്ളൂ, ഈ അവസാനത്തെ കാണിക്കില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ടത് ആദ്യം തന്നെ മൂന്നാമത്തെ സെലക്ട് ചെയ്യുക. SLL എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക, കമ്പ്യൂട്ടറിലല്ല മൊബൈലിൽ. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്ന വേറൊരു ബട്ടൺ അവിടെ തന്നെ വരും അല്ലെ? അതിലൊരു ചെക്ക് മാർക്ക് ഉണ്ട്, അത് ചെക്ക് ചെയ്യുക, അത് ടിക്ക് ഇടുക. ഓക്കെ, അപ്പൊ ഇത് മൊബൈലിൽ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ 4 പകരം 3 കൊടുത്തിട്ട് ഈ 4ാമത്തെ പിടിച്ച് താഴ്ത്തിക്ക് വെച്ചേക്കാണ്, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് മൊബൈലിലുള്ള ഒരു വ്യത്യാസം. ഇനി അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സ് ടാബും പൊസിഷൻ ടാബും ഒക്കെ സെപ്പറേറ്റ് ഇവിടെ ഉണ്ട്. അതിന് പകരം നമുക്ക് ഓർഡറിലേക്ക് പോകണമെങ്കിൽ, ഓർഡേഴ്സ് ടാബിലേക്ക് പോകണമെങ്കിൽ താഴെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് അല്ലെ? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അപ്പൊ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പല പല സബ് പേജസുകൾ ഉണ്ട് അല്ലെ? ഓർഡേഴ്സ്, ബാസ്ക്കറ്റ്, GTT, അലേർട്സ് അല്ലെ? ഇപ്പൊ നമുക്ക് ഇവിടെയും അലേർട്ട് വെക്കാം, ട്രേഡിംഗ് വ്യൂവിൽ അലേർട്ട് വെക്കുന്ന പോലെ തന്നെ ഇവിടെയും അലേർട്ട് വെക്കാം. ഇവിടെ നമുക്ക് ഓപ്പൺ ഓർഡേഴ്സും എക്സിക്യൂട്ടഡ് ഓർഡേഴ്സും ഒരു പേജിലാണ് കിടക്കുക. അവിടെ നമുക്ക് ഓപ്പൺ ഓർഡേഴ്സും എക്സിക്യൂട്ടഡും ഡിഫറെന്റ് പേജിലാണ് കിടക്കുന്നത് മാത്രം. അപ്പൊ അത് നിങ്ങൾ സ്വിച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ഇവിടെ പൊസിഷൻസ് കാണുന്നു, അതുപോലെ ഹോൾഡിങ്സ് കാണുന്നു. പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എടുത്തേക്കണത്. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്സുകൾ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്സുകളുടെ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ നമ്മൾ പൊസിഷൻസിൽ ഓർഡേഴ്സ് എന്ന് പറയുന്നതിന് രണ്ടും കൂടിയിട്ട് മൊബൈലിൽ ഒറ്റ പേരാണ്, പോർട്ട്ഫോളിയോ. ഓക്കെ, അതായത് താഴെ കാണുന്ന 4ാമത്തെ പേജ്, അതിൻ്റെ ഉള്ളിൽ 2 സബ് പേജുകളായിട്ടാണ് ഈ ഹോൾഡിങ്സും പൊസിഷൻസും കിടക്കുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ ഹോൾഡിങ്സിലേക്കല്ല പോകേണ്ടത്, പൊസിഷൻസിൽ പോയാലാണ് നമ്മൾ നിലവിൽ ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് എക്സിറ്റിലേക്ക് പോകുന്നതിന് പകരം അവിടെ വെറുതെ പ്രസ് ചെയ്ത് പിടിച്ച് എക്സിറ്റിലേക്ക് പോകണം. ഇതാണ് മൊബൈലും PC ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ഒരു ഡിഫറൻസ് ആണ്, മൊബൈലിൽ ഞങ്ങൾ നോക്കിയിട്ട് SLM ഓർഡർ കാണാനില്ലല്ലോ, അവിടെയാണ് അതുകൂടി മിസ്റ്റേക്ക് പറ്റുക. അപ്പൊ SLL ഓർഡർ ഇട്ടിട്ട് അതിന്റെ കൂടെ മാർക്കറ്റും കൂടി ആഡ് ചെയ്താൽ SLM ആയി. ക്ലിയർ ആണ്? അപ്പൊ നമ്മളിത് ആദ്യത്തെ ദിവസം ഇത് കാണിച്ചു തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ഒരു സ്റ്റോക്ക് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വെച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. അന്നേരം എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം അത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വെച്ചപ്പോൾ കറക്റ്റ് ആയോ? സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. കഴിഞ്ഞ 2 ക്ലാസ്സിന് കയറാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഇൻട്രാഡേയിൽ സാർ ഇപ്പോ 118 കാണിച്ച്, എന്നിട്ട് സാറ് സെല് ചെയ്യാൻ നേരത്തെ ഇൻട്രാഡേ കൂടെ 23 എമൗണ്ട് അങ്ങോട്ടല്ലേ വന്നേ? അതെ അതെ. അതിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറയാമോ? നമുക്ക് ഇൻട്രാഡേ ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വൽ സ്റ്റോക്കിന്റെ വിലയുടെ 5 കൊടുത്താൽ മതി. അതായത് നമുക്ക് 5000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാൻ 1000 രൂപ അക്കൗണ്ടിൽ മതി. ഓക്കെ, ഇത് നമ്മൾ ബൈ ചെയ്യാൻ നമുക്ക് അതിന്റെ ഒരു പെർസെന്റേജിൽ കിട്ടത്തുള്ളൂ? ബൈ ചെയ്താല് ഇൻട്രാഡേ അല്ല, സോറി, സെല് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ പറഞ്ഞ 5 പെർസെന്റേജിൽ കിട്ടത്തുള്ളൂ? അതെ അതെ അതെ. സെല് ചെയ്യാനും ബൈ ചെയ്യണതിനും നമുക്ക് മാർജിൻ ഉണ്ട്, അല്ലെങ്കിൽ ലിവറേജ് ഉണ്ട്. ഇതിന്റെ ലിവറേജ് എന്നാണ് പറയാ. അതായത് നമുക്ക് 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വാങ്ങാം, അത് ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും. ഓക്കെ ഓക്കെ. അതുപോലെ സാറേ, ഇപ്പോ നമ്മള് ഓർഡർ എടുക്കുന്ന സ്ഥലത്ത് സാർ 2 കൊടുത്തല്ലോ. ടാർഗറ്റ് കുറഞ്ഞതും കൊടുത്തു, നമ്മുടെ ഒരു ടാർഗറ്റും കൊടുത്തു. ഇപ്പൊ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 800 വന്നാൽ എനിക്കിത് സെല് ചെയ്യാം, അല്ലെങ്കിൽ 1200 വന്നാലും സെല് ചെയ്യാം. അങ്ങനെ ഒരു ലിമിറ്റിൽ വെച്ച് അത് നമുക്ക് ലോസ്റ്റ് വരാണ്ടിരിക്കാം. എന്താണ്? അത് നമുക്ക് ലോസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ? അതെ അതെ അതെ. ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പോൾ 10 രൂപ താഴെ 990 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, 10 രൂപ മേലെ അതായത് 1010 നമ്മൾ ടാർഗറ്റ് വെക്കുന്നു. അപ്പൊ ലോസ് വരാതിരിക്കാൻ വേണ്ടി, കൂടുതൽ ലോസ് വരാതിരിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തിനാണ് ടാർഗറ്റ് വെക്കുന്നത്. ടാർഗറ്റ് വെച്ചാലാണ് നമുക്ക് ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്താൽ ലാഭം നമ്മുടേതാവുള്ളൂ. ഒരു വണ്ടി കച്ചവടക്കാരൻ ആ വണ്ടി വാങ്ങിച്ച് ഓടിച്ചുകൊണ്ട് നടന്നാൽ പ്രോഫിറ്റ് കിട്ടില്ലല്ലോ, അത് കൊടുക്കുമ്പോഴല്ലേ ആൾക്ക് ആ പ്രോഫിറ്റ് കിട്ടുന്നത് എന്നതുപോലെ. അപ്പൊ ടാർഗറ്റ് വെച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി നമ്മുടെ ടാർഗറ്റ് റേഞ്ചിൽ എത്തിയിട്ടുണ്ടാവാം, പക്ഷെ നമുക്ക് ആ പ്രോഫിറ്റ് സുനിശ്ചിതമാവുന്നില്ല. വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനും നമുക്ക് ലോസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ നമ്മളിപ്പോ സ്റ്റോക്ക് ഞാൻ കൊടുത്തു, അതിന് നീ ക്യാൻസൽ ചെയ്തതിൽ ഓപ്ഷൻ ഉണ്ടോ? എന്ത് കൊടുത്തു? ഞാനിപ്പോ ബൈ ചെയ്തിട്ട് ഞാൻ സെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു, ഇപ്പൊ ടാർഗറ്റും മാർക്ക് ചെയ്ത് വെച്ചു.
അതിനെനിക്ക് പിന്നീട് ക്യാൻസൽ കൊടുത്തിട്ട് ആ എമൗണ്ട് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓർഡർ ക്യാൻസലേഷൻ വഴിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്താൽ ഉണ്ടല്ലേ? നമ്മൾ ഈ പൊസിഷൻസിൽ പോയിട്ട് വീണ്ടും എക്സിറ്റ് കൊടുക്കുക, എന്നിട്ട് ഈ മാർക്കറ്റ് ഓർഡറിന് സെല് ചെയ്യുക. അപ്പൊ ഞാനിതിവിടെ ചെയ്യാൻ പോവാണ്. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ല, അപ്പൊ ഇതിവിടെ കിടന്നിട്ടൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഓർഡറിന് വീണ്ടും സെല് ചെയ്തു. അപ്പോൾ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കണം. അതായത് മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ അപ്പൊ തന്നെ അത് എക്സിക്യൂട്ട് ആവും. ഡൺ കൊടുത്തു. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ആക്ച്വലി ട്രേഡ് എടുക്കുമ്പോൾ ഓർഡേഴ്സിൽ പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ കിടക്കണ്ടാവും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ടിക്ക് മാർക്ക്. അത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ഓർഡർ കൊടുക്കുക, രണ്ടും കൂടി ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാം. ഓക്കെ സാർ, മനസ്സിലായി, താങ്ക് യു. ഇനി റിയൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യില്ലല്ലോ. അപ്പൊ സ്റ്റോപ്പ് ലോസോ ടാർജറ്റോ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ മാനുവലി ക്യാൻസൽ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർജറ്റ് നമ്മൾ മാനുവലി ക്യാൻസൽ ചെയ്യണം. അപ്പൊ അത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കേണ്ട, ട്രേഡിംഗ് വ്യൂവിൽ അലേർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 3 അലേർട്ട് ഫ്രീ ആക്കാലോ. അപ്പോൾ അതെങ്ങനെയാണ് ഫ്രീ ആക്കണത്? ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഈ അലേർട്ട്സിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി വെച്ചേക്കുന്ന അലേർട്ടുകൾ നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യുക, ഡെലീറ്റ് ഓൾ ഇനാക്റ്റീവ് അലേർട്സ് എന്നുള്ളത് കൊടുക്കുക. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അലേർട്സുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഒരൊറ്റ ട്രേഡ് അല്ലേ ഉണ്ടാവുള്ളൂ. ആ ട്രേഡിന് പിന്നെ നമുക്ക് 2 അലേർട്സ് ആണ് ആവശ്യമുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒന്ന് സ്റ്റോപ്പ് ലോസ് വെക്കാനും ഒന്ന് ടാർജറ്റ് വെക്കാനും. ആ 2 അലേർട്ട് വീണ്ടും വെക്കുക. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു അലേർട്ട് അടിക്കുമ്പോൾ നമ്മൾ പോയി നോക്കുക ഏതാണ് അടിച്ചേക്കണത്. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ടാർജറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുക, മാനുവലി ക്യാൻസൽ ചെയ്യുക. ടാർജറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ മാനുവലി ക്യാൻസൽ ചെയ്യുക. അത് ഓർഡർ പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുക. ഇനി ചിലപ്പോൾ ഇത് രണ്ടും അടിച്ചോളണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, 3 മണിയാവുമ്പോൾ ഒരു അലാറം വെച്ചിട്ട്, നമ്മുടെ മൊബൈലിൽ ഒരു അലാറം വെച്ചിട്ട് 3 മണിക്ക് അലാറം വെച്ചിട്ട് അത് രണ്ടും മാനുവലി ക്യാൻസൽ ചെയ്യുക, എക്സിറ്റ് മാനുവലി എക്സിറ്റ് ചെയ്യുക. ആദ്യം പൊസിഷൻ മാനുവലി എക്സിറ്റ് ചെയ്യുക, അതിനുശേഷം സ്റ്റോപ്പ് ലോസും ടാർജറ്റ് ക്യാൻസൽ ചെയ്തിടുക. ഓക്കെ. കാരണം അല്ലെങ്കിൽ 3:15 3:20 ആവുമ്പോൾ ബ്രോക്കേഴ്സ് ക്ലോസ് ചെയ്യേണ്ട വന്നാൽ അതിനൊരു പെനാൽറ്റി അടയ്ക്കണം. ഏകദേശം ഒരു 59 രൂപ അവരത് അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു നോക്കാത്തവർ അടുത്ത ഇപ്പൊ ഈ ഒരു ട്രേഡിന് ശേഷം, ഈ ഒരു ക്ലാസ്സിന് ശേഷം തന്നെ, ഇപ്പൊ നാളെ നമുക്ക് മൺഡേ മിക്ക് നമുക്ക് വേറെ ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു ട്രേഡിന് ശേഷം തന്നെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് 2 or 3 പ്രാവശ്യം ബൈ സൈഡും ചെയ്യാം, സെൽ സൈഡും ചെയ്യാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ പ്ലേസ് ചെയ്തൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഈ പോവാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിരിക്കുക. നിങ്ങളത് ചെയ്തു നോക്കിയാൽ തന്നെ ഡൗട്ട്സുകൾ വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ നല്ലൊരു ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ എന്താണ് ട്രേഡിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചും എക്സിക്യൂഷനെ കുറിച്ചും. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ റിയലി നമ്മൾ ട്രേഡ് ചെയ്യും. ഓക്കെ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷെയർ എടുത്ത് നമ്മൾ നോക്കി, ഓക്കെ, ഇതിന് ഈ ബ്രോക്കർ പിടിക്കുന്ന കമ്മീഷൻ എന്തായിരിക്കും? ബ്രോക്കർ പിടിക്കുന്ന കമ്മീഷൻ അത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് 224 രൂപയായിരിക്കും ബ്രോക്കർ ചാർജും ബാക്കി STT, GST, സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം അടക്കം. ചാർജസ് എല്ലാം അടക്കമാണ് നമ്മൾ നോക്കേണ്ടത്. ബ്രോക്കറേജ് മാത്രം നമ്മൾ നോക്കുന്നതിൽ അർത്ഥമില്ല. ബ്രോക്കറേജ് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 40 രൂപയെ വരുള്ളൂ മാക്സിമം. അതിപ്പോ ഒരു ട്രേഡ് എടുത്താലും 10 ട്രേഡ് എടുത്താലും 100 ട്രേഡ് എടുത്താലും അങ്ങനെ തന്നെയാണോ? അല്ല, ഓരോ ട്രേഡിനും വ്യത്യസ്തമായി 40 രൂപ വരും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ഉണ്ടാവില്ലേ, എത്ര പെർസെന്റേജ് പിടിക്കാവുന്ന രീതിയിൽ? അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കില്ലേ? ഇല്ല, അത് 0.03 എന്നാണ്. പക്ഷെ അത് മാക്സിമം 40 രൂപ പിടിക്കുള്ളൂ. അത് 1 ലക്ഷത്തിനായാലും 40 രൂപ, 10 ലക്ഷത്തിനായാലും 40 രൂപ. പക്ഷെ ബാക്കിയുള്ള STT ചാർജസ് എല്ലാം പെർസെന്റേജ് കണക്കിനാണ്. അത് 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ തരത്തിൽ ചാർജ് വരും. അത് നമുക്ക് ബ്രോക്കറേജ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ ഒരു ക്ലാസ് സെക്ഷനിൽ കാണാം. ഈ അലാം വെക്കുന്നില്ലേ, ട്രിഗർ പോയിന്റ് വെക്കുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു പറ്റിയ നല്ല കാര്യമായിരിക്കും നമ്മളെ ട്രേഡിംഗ് വ്യൂവിൽ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളെ.
ഓക്കെ ഓക്കെ. നിങ്ങൾ ട്രേഡിംഗ് ജേണല് ഓൾറെഡി എഴുതാൻ പഠിപ്പിച്ചിരുന്നോ ക്ലാസ്സിൽ? ട്രേഡിംഗ് ജേണൽ എഴുതാൻ പഠിപ്പിച്ചിരുന്നോ? ഇല്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ട്രേഡിംഗ് ജേണൽ നമുക്ക് എഴുതേണ്ടതായി വരും. അതായത് അടുത്ത ദിവസം തുടങ്ങി നിങ്ങളിപ്പോ എല്ലാം സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഓർഡർ എക്സിക്യൂഷൻ ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ അടുത്ത തിങ്കളാഴ്ച തുടങ്ങി നിങ്ങൾ മാക്സിമം ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ എല്ലാവരും മിനിമം ഒരു 50 ട്രേഡെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ നോക്കുക മുടങ്ങാതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുന്നു, ഡേറ്റ്, ഏത് ടൈമിനാണ്, ഇതുപോലുള്ള വിശദാംശങ്ങളൊക്കെ കൂടിയിട്ട് ഒരു എക്സൽ ഫയലിൽ റിപ്പോർട്ട് ചെയ്ത് പോകും. ഓക്കെ. അതിനുശേഷം നമ്മൾ ഓരോ ആഴ്ചയിലും നിങ്ങൾ അത് ഗ്രൂപ്പിലേക്ക് ഇടുക. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ട്രേഡിൽ എത്ര ട്രേഡ് പ്രോഫിറ്റ് അടിച്ചു, എത്ര ട്രേഡ് ലോസ് വന്നു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുക. അപ്പൊ ഞാൻ ആ ട്രേഡിംഗ് ജേണൽ എന്ന് പറയുന്ന ഒരു എക്സൽ ഫയലാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പൊ അത് മറക്കാതെ എല്ലാവരും നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ ആ ജേണൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ എക്സൽ ഫയൽ. ഓക്കെ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോ അതിൽ ഇത്രയും കോളംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കോളംസ് ആണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. ഒരു പ്രൊഫഷണൽ ട്രേഡർ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ട്രേഡിംഗ് ജേണൽ വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യണം. അപ്പൊ അതിൽ നമുക്ക് മിസ്റ്റേക്സുകൾ വരികയാണെങ്കിൽ ആ മിസ്റ്റേക്സുകൾ നമ്മൾ 1 by 1 ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ ഒരാഴ്ച അതിലൊരിക്കൽ ഒരു വാല്യുവേഷൻ നടത്തണം, ഒരു മാസത്തിൽ ഒരിക്കൽ മറ്റൊരു വാല്യുവേഷൻ നടത്തണം. നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സുകളാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറക്കുക, ലാസ്റ്റ് 3 മണിക്ക് അലാറം വെച്ച് സ്ക്വയർ ഓഫ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എത്ര രൂപ നഷ്ടമായി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ തന്നെ നമുക്ക് ആ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പോകേണ്ടത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളിലേക്കൊക്കെ പോണേക്കാൾ മുമ്പ് ഒരുപാട് ചാർട്ട് അനാലിസിസും ഡയറക്ഷൻ പ്രഡിക്ഷനും പ്രീ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നേക്കാൾ മുമ്പ് അടിത്തറ എന്ന് പറയുന്നത് അതിൽ കൃത്യനിഷ്ഠയും ഡിസിപ്ലിനും ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഈ സംഭവം ബിൽഡ് ചെയ്യാതെ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും അത് വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പ്രശസ്തരായിട്ടുള്ള എല്ലാ ട്രേഡേഴ്സും ഒരുപോലെ പറയുന്നത്. ഒരു ആവറേജ് മനുഷ്യന് വിൽ പവർ, ഡിസിപ്ലിൻ ഇതുപോലുള്ള കാര്യങ്ങളില്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി കിട്ടിയാലും അത് വെച്ച് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല അത്രേ. അപ്പൊ അതിന് ഒരുപാട് സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു ആവറേജ് സ്ട്രാറ്റജി കൃത്യമായി ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചാൽ കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റബിൾ ആവാൻ പറ്റും അത്രേ. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആവറേജ് സ്ട്രാറ്റജിയും വല്ല ബ്രഹ്മാണ്ഡമായ അല്ലെങ്കിൽ പ്രോ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ വിന്നിങ് റേറ്റും തമ്മിൽ വലിയ മാറ്റമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഈ ദിവസങ്ങളിൽ പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇനി ഈ സ്ട്രാറ്റജി എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിലും അതിന് ഈ സിമ്പിൾ സ്ട്രാറ്റജിയേക്കാളും ഒരുപാട് വിന്നിങ് റേറ്റ് മുകളിലേക്ക് പോകാൻ പറ്റില്ല അത്ര. കാരണം മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതായത് നമ്മൾ പറഞ്ഞു ഒരു ആവറേജ് സ്ട്രാറ്റജിക്ക് ഒരു 55% വിന്നിങ് റേറ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ അല്ലെങ്കിൽ ഒരു ലെജൻഡിന്റെ സ്ട്രാറ്റജിക്ക് ഒരു 60%, 62% വിന്നിങ് റേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ ഇതുകൊണ്ടാണ് നമ്മൾ ഡിസിപ്ലിൻ ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്. അതിലെ ഏറ്റവും ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നതിലെ അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നതിലെ ഏറ്റവും വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ജേണൽ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പൊ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ. സാർ ഇപ്പോ അത് നമ്മുടെ സരോദയിലാണെങ്കിലും ഫസ്റ്റ് സ്റ്റോക്കിലാണെങ്കിലും നമ്മൾ ഈ ട്രേഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു കോൺട്രാക്ട് നോട്ട് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് പോരെ? അതല്ല, നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ ഇതിൽ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. കോൺട്രാക്ട് നോട്ടിൽ അതൊന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക, എന്തൊക്കെയാണെന്ന് മനസ്സിലായതിനു ശേഷം അത് കോൺട്രാക്ട് നോട്ടായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങളുടെ റിമാർക്സുകളാണ്. അപ്പോൾ ഇതിലിപ്പോ ഒരു കോളം, ഒരു സെപ്പറേറ്റ് റോ റിമാർക്സ് എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു റിമാർക്സ്. ആ റിമാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്സുകൾ, അതിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കുന്നുണ്ട്. ഓക്കെ. റിമാർക്സ്. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഒന്ന് സീരിയൽ നമ്പർ, ഒരു എക്സാമ്പിൾ പറയാം. 1 അല്ലെ, സ്ക്രിപ്റ്റ് നെയിം
ഇൻഫോസിസ് എൻട്രി ഡേറ്റ് 14/8. അതുപോലെ വളരെ കുറച്ച് ടൈം ഇങ്ങനെ എടുക്കുള്ളൂ. എൻട്രി ടൈം 10:48. അപ്പോ ഈ എൻട്രി ടൈം പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ലേറ്റ് ആയിട്ട് എൻട്രി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ആക്ച്വലി ആ ക്യാൻഡിൽ ക്ലോസ് ആയത് എപ്പോഴായിരിക്കും? ഒരു 3 മിനിറ്റ് ക്യാൻഡിലായിരിക്കും അല്ലെ. അതിനുശേഷം എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡിലേ മനസ്സിലാവും. ഡിലേ എയറിൽ എടുത്താലും ലേറ്റ് ആയിട്ട് എടുത്താലും അത് പിന്നീട് നമ്മുടെ വിന്നിങ് എഡ്ജ് കുറയ്ക്കും. എക്സിറ്റ് ടൈം, അതായത് ഇത് എപ്പോഴാണ് എക്സിറ്റ് ആയത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 12:45. അപ്പൊ നമ്മളവിടെ സ്റ്റോപ്പ് മറ്റേ അലേർട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എപ്പോഴാണ് എക്സിറ്റ് ആയെന്നുള്ളത്. ഓക്കെ, ഇനി ട്രേഡ് ടൈപ്പ് ഫോർ എക്സാമ്പിൾ എസ് ഷോർട്ട്, എസ് ഓർ എൽ എന്നിട്ടാ മതി. എസ് അല്ലെ, എസ് സ്റ്റോപ്പ് ലോസ് ഇൻ പൊസിഷൻസ് ഇൻ പോയിന്റ്സ്, അതായത് എത്ര രൂപയാണ് സ്റ്റോപ്പ് ലോസ്. ഫോർ എക്സാമ്പിൾ 12, ടാർജറ്റ് എത്രയാണ്? 12. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ 12 രൂപ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അത് കൂടുതൽ ടാർജറ്റ് എടുക്കാൻ ശ്രമിക്കാതിരിക്കാനാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതുന്നത്. സ്റ്റോപ്പ് ലോസും പെർഫെക്റ്റ് ആയിരിക്കണം, ടാർജറ്റ് സെയിം ആയിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ എത്ര രൂപയാണ് ലോസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ തൽക്കാലം നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് എഴുതി പോവാ. അടുത്ത സെക്ഷനുകളിൽ നമ്മൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്ന ഒരു കാര്യം കാണും. അതായത് ഒരു യൂണിഫോം റിസ്ക് എടുത്തിട്ട് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോഴാണ് ഇതിന് പ്രസക്തി വരുന്നത്. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോ എഴുതുമ്പോൾ എത്ര രൂപയാണ് ലോസ് വന്നത്. ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 16 രൂപയായിരിക്കും ലോസ് വരാം, ചില ദിവസം 5 രൂപയായിരിക്കും ലോസ് വരാം. അപ്പൊ അത് വ്യത്യസ്തമായിരിക്കും. പക്ഷെ പിന്നീട് ഇത് വളരെ പ്രസക്തമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും റിസ്ക് എടുക്കുക. ഉദാഹരണത്തിന് ഒരു 5000 രൂപയ്ക്കാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാപിറ്റൽ 5000 ആണെങ്കിൽ ദിവസം നിങ്ങൾ 50 രൂപയായിരിക്കും റിസ്ക് എടുക്കാൻ പോകണം, 1% അല്ലെ. അപ്പൊ ആ 50 കൃത്യമായിട്ട് 50 എത്തണം എന്നില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും ട്രേഡിംഗ് ക്വാണ്ടിറ്റി അളക്കുന്നതുമായിട്ടുള്ള എമൗണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 46 രൂപയോ 48 രൂപയോ 49 രൂപയോ വളരെ അപൂർവമായിട്ട് 52 രൂപയൊക്കെ വന്നേക്കാം. അപ്പൊ ഇതിൽ എത്ര നമ്മൾ ഈ 50 രൂപയേക്കാളും കൂടുതൽ റിസ്ക് വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞാലേ എന്തുകൊണ്ട് 56 രൂപ ലോസ് വന്നു, 50 രൂപയാണല്ലോ വരാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ആ സമയത്ത് വളരെ ഫ്യൂരിയസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് കൂടുതൽ ലോസ് വന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, നമ്മുടെ ഭാഗത്തെ പ്രശ്നമാണെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോളം കൊടുത്തേക്കുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളത് ഈ കളറിലിടുക, ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കളറിലിടുക, അതായത് 14 രൂപ ലോസ്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇത് കളർ ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അതിലെ ഡിജിറ്റിന് വേണമെങ്കിൽ ഗ്രീൻ ആക്കുകയോ ഇത് വേണമെങ്കിൽ റെഡ് ആക്കുകയോ ഒക്കെ ഇവിടെ ചെയ്യാം. യുവർ ചോയ്സ്. യൂസ്ഡ് ക്യാപിറ്റൽ, നിങ്ങൾ എത്ര ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യപ്പോഴും ഇൻട്രാഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു 5000 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഓരോ ദിവസവും ഫിക്സഡ് ആയിട്ട് 50 രൂപ റിസ്ക് എടുത്ത് മാത്രം ട്രേഡ് ചെയ്യുക. അതെങ്ങനെയാണ് 50 രൂപ റിസ്കിൽ കറക്റ്റ് എടുക്കണേ എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. ഡിഡ് ഐ ഫോളോ മൈ ട്രേഡിംഗ് പ്ലാൻ, നമ്മൾ കൃത്യമായിട്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയോ, അതോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി വന്നിട്ട് കുറച്ച് മാർക്കറ്റ് അതിന് ശേഷം വൈകി പോയതിന് ശേഷമാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ അങ്ങനെ വാങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വ്യത്യാസം വരും, 50 രൂപയിൽ താഴെ നിൽക്കില്ല, കൂടും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്യണം, യെസ് ഓർ നോ. ഓക്കെ, ഡിഡ് ഐ ഫോളോ മൈ പൊസിഷൻ സൈസിങ് പ്ലാൻ. പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50 രൂപ മാത്രമാണ് റിസ്ക് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് പൊസിഷൻ സൈസിങ്. അതെങ്ങനെയാണ് ചെയ്യുക, അതായത് ഇപ്പൊ നമ്മൾ 50 രൂപയാണ് റിസ്ക് എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അളന്ന് നോക്കി അല്ലെ. എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് ഇപ്പൊ ഈ ഒരു ക്യാൻഡിലാണെന്ന് വിചാരിച്ചോ, സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അളന്ന് നോക്കി, 18 രൂപ അല്ലെ. അപ്പൊ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലാണ് 50 രൂപ ലോസിന്റെ ഉള്ളിൽ നിൽക്കുക, 50 ഡിവൈഡഡ് ബൈ 18. മനസ്സിലായോ? അതിനെയാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയാം. പൊസിഷൻ സൈസിങ് കാൽക്കുലേഷൻ എന്നൊക്കെ കോംപ്ലക്സ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ക്യാൻഡിൽ ബേസ് ചെയ്താണ് നമ്മൾ ട്രേഡ് എടുക്കണമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം നമുക്ക് എവിടെ കാണാം, ഈ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ്റെ ഉള്ളിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഒരു ദിവസം മാക്സിമം കളയാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, 50 രൂപയാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു 5000 ക്യാപിറ്റലിനാണ് എക്സാമ്പിൾ 50 രൂപയാണ്. അപ്പൊ 50 രൂപയിൽ എത്ര 18 രൂപയുണ്ടെന്ന് നോക്കിയാൽ പോരെ. എത്രയാണ് ആൻസർ, 2.77. അപ്പോ 2 ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ അന്നത്തെ റിസ്ക് 50 രൂപയുടെ ഉള്ളിൽ നിൽക്കില്ലേ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം 1% മാത്രം റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുക.
അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി അല്ല ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അടുത്ത ആഴ്ച തുടങ്ങി നിങ്ങൾ കൃത്യം ഒരു ഫിക്സഡ് റിസ്കിന് ട്രേഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒരു ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്താൽ മതി. മാക്സിമം എല്ലാവരും ഒരു ഫിക്സഡ് റിസ്കിന് ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 5000 രൂപയാണ്. ഓക്കെ, ഒരു ദിവസം 50 രൂപയുടെ ലോസേ വരുള്ളൂ. എല്ലാ ദിവസവും നമുക്ക് അടുപ്പിച്ച് ലോസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ പോരെ? അങ്ങനെ വരില്ല. ഒരു ദിവസം പ്രോഫിറ്റ് വരും, ഒരു ദിവസം ലോസ് വരും, 2 ദിവസം ലോസ് വരും, 2 ദിവസം പ്രോഫിറ്റ് വരും. അങ്ങനെയാണ് പോവുക. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോ ഇത് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളം. ഈ മൊത്തം കോളംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളം എന്ന് പറയുന്നത് ഈ കോളമാണ്. ഓക്കെ, ഡിഡ് ഐ ഫോളോ മൈ പൊസിഷൻ സൈസിങ് പ്ലാൻ? ട്രേഡിംഗ് പ്ലാൻ വേണം, പൊസിഷൻ സൈസിങ് പ്ലാൻ വേണം. പിന്നെ ലാസ്റ്റ് ഒരു കോളമാണ് റിമാർക്സ്. അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അതിൽ എഴുതി വെക്കാനുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഐ മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്, ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ, അപ്പൊ നമ്മൾ 50 രൂപ പോണ്ട് കൊടുത്ത് ഇന്ന് 175 രൂപയാണ് പോയത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, എന്താണ് നിങ്ങൾക്ക് പറ്റുന്ന ഇമോഷൻ, അല്ലെങ്കിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല, കൂട്ടുകാരൻ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിരുന്നു, അതുകൊണ്ട് ട്രേഡ് കിട്ടിയില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അതാണ് നമ്മൾ റിമാർക്സിൽ ഇടുന്നത്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും, പല പല കാരണങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ അത് ട്രേഡ് ചെയ്ത് റിമാർക്സ് ഇട്ട് പോയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടെയാണ് ബ്ലോക്ക് വന്നത് അല്ലെ. അത് നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ റിവ്യൂ ചെയ്താലാണ് ആ ബ്ലോക്കുകളിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാനെന്നുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞാൻ ഈ ഒരു ട്രേഡിംഗ് ജേണലിന്റെ ഒരു കോപ്പി നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പഠിക്കുന്ന പറഞ്ഞാൽ വളരെ ജാഫർ അലി പറഞ്ഞു. ഇതിൽ നമ്മൾ ഒരു 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തു, ഒരു 100 രൂപ പ്രോഫിറ്റ് വന്നെങ്കിൽ ആ പ്രോഫിറ്റ് ബ്രോക്കറിന്റെ കയ്യിലല്ല ഉണ്ടാവുക? അതെ, അത് നമുക്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുക? അത് ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ആവും ഇങ്ങനെ? ഇല്ല, നമ്മൾ വിഡ്രോ ചെയ്യണം. ട്രേഡറുടെ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യണം. അപ്പൊ നമ്മൾ അതിലെന്തൊരു ഐഡിയ എന്തിട്ട് പറഞ്ഞില്ല? വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോ ഒരു ഐഡിയ എന്തോ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. കറക്റ്റായിട്ട് മനസ്സിലായി. CDSL-ായിരിക്കും. എങ്ങനെയാണ് വിഡ്രോ ചെയ്യാന്നുള്ളത്, ഡെപ്പോസിറ്റ് ആഡ് ചെയ്യണത് എങ്ങനെയാ, വിഡ്രോ ചെയ്യണത് എങ്ങനെയാന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ സാറേ ഒരു ഡൗട്ട്. 1,00,000 രൂപയ്ക്ക് 200 സംതിങ് പിടിക്കും പറഞ്ഞില്ലേ ബ്രോക്കറേജ്? ബ്രോക്കറേജ് അല്ല, ചാർജസ്. ബ്രോക്കറേജ് അത് 1,00,000 എന്ന് പറഞ്ഞ ക്യാപിറ്റലിന്റെ 1,00,000 ആണോ, അല്ല നമ്മളെ ലിവറേജ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള 1,00,000 ആണോ? അല്ല, 1,00,000 ക്യാപിറ്റലിന് നമ്മൾ ലിവറേജ് എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ വാങ്ങുക അല്ലെ. ഇൻട്രാഡേ ചെയ്യുമ്പോൾ എപ്പോഴും ലിവറേജ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ലിവറേജ് തന്നെ യൂസ് ആവും. അപ്പോൾ 1,00,000 ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യുന്ന ആള് ഫുൾ ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 224 രൂപയാണ് ചാർജസ് വരാം. ഓക്കെ, അപ്പൊ 5000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ പെർസെന്റേജ് വൈസ് ആണ് ചാർജസ് വരാം. അപ്പൊ നമുക്ക് ബ്രോക്കറേജ് ചാർജസിന്റെ കാൽക്കുലേഷൻ വളരെ വിശദമായിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ഡൗട്ട് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. നമുക്കത് വളരെ വിശദമായിട്ട് ബ്രോക്കർ കാൽക്കുലേറ്റർ വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും, എത്ര രൂപ ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എത്ര ചാർജസ് വരുന്നുള്ളതും, 10,000 അല്ലെങ്കിൽ 5,000 ചെറിയ ക്യാപിറ്റലിന് യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ചാർജസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കൂടുന്ന 1,00,000 രൂപയുടെ ചാർജസ് വരില്ല, പക്ഷെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും ചെറിയ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, പക്ഷെ നമുക്ക് ആദ്യം ചെറിയ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളൊരു സ്ട്രാറ്റജി കൃത്യമായിട്ട് അത് എക്സിക്യൂഷൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് തെറ്റുകൾ ഒഴിവാക്കുന്നത് വരെ നമ്മൾ ഒരിക്കലും വലിയ ക്യാപിറ്റലിൽ സ്കെയിൽ ചെയ്യും. അലാം പോയിന്റ് ട്രിഗർ ചെയ്യണം, അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമോ? ഏതാണ് അലാം സെറ്റ് ചെയ്യണ പറഞ്ഞില്ലേ, ട്രിഗർ ചെയ്യണേ? ട്രേഡിംഗ് വ്യൂവില് ഇവിടെ നമുക്ക് ഒരു അലാറത്തിന്റെ പിക്ചർ ഉണ്ട്, കണ്ടോ? അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിന് പകരം നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്താലും മതി, Alt+A, അത് അവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്രൈസിനാണ് നമുക്ക് അലാറം വെക്കേണ്ടത് അത് ഇവിടെ വെക്കുക, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ മൊബൈലിൽ ഇതേ മെയിൽ ID തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം, എന്നാലാണ് ഇവിടെ അലാറം വെച്ചാൽ മൊബൈലിൽ അടിക്കുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ മൊബൈൽ വേണമെങ്കിൽ വളരെ വിശദമായിട്ട് കാണാം.
ട്രേഡിംഗ് വ്യൂ മൊബൈലിൻ്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെ അലാറം വെക്കും എന്നുള്ളത്, എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഈ ഷോർട്ട് പൊസിഷൻ ലോങ് പൊസിഷൻ പോലുള്ള ടൂൾസുകൾ എടുക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മൊബൈൽ വെർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കാണാം. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ബ്രോക്കറേജ് കാൽക്കുലേഷൻ എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചോദിക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ ചോദിച്ചേക്കാം. ഇപ്പൊ എത്ര ടൈം ആയല്ലോ, എനിക്ക് ഓൾറെഡി വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഇതിന്റെ റെക്കോർഡിംഗ് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതിയോ? അല്ല, ഞാൻ ഈ ഒരു ക്ലാസ്സിന് ശേഷം തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, കാരണം ഇതിൽ കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് ജേണല് ഓരോ കോളംസ് അല്ലെ. അപ്പൊ എന്തായാലും ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഇട്ട് തരാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇട്ടേക്കാം. താങ്ക് യു. ഫൈൻ, താങ്ക് യു.